കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സായം സന്ധ്യയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൺവെൻഷന്റെ സമാപന രാത്രി യോഗത്തിലേക്ക് ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ഈ ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നാം ഇതുവരെയും ദൈവസന്നിധിയെ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായി. ഒരു ഭക്തൻ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് വിവിധങ്ങളായ ആവശ്യാനുഭവങ്ങൾ ഉണ്ടായിരിക്കും. വെറുതെ കർത്തൃസന്നിധിയിലേക്ക് വരുന്നവരെ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ ദാഹത്തെയും വിശപ്പിനെയും ഒക്കെ അറിഞ്ഞ് അവരെ സഹായിക്കുന്ന നല്ല കർത്താവ് ഇതുവരെയും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമുക്ക് ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ നിറവ് തടസ്സം കൂടാതെ നമ്മുടെ മേൽ പകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടപ്പെട്ട ഏവരും പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിൽ ആയിരിക്കണമേ എന്ന് താഴ്മയോടെ ഓർപ്പിക്കുകയാണ്. വളരെ മനോഹരമായ അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യവും നാം ഇതിനോടകം പങ്കിടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ള ദൈവ ആലോചനകൾ തരേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ലോകം മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു കാലമാണ് നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലം. പുരോഗതി മനുഷ്യനെ കൊണ്ടെത്തിക്കാത്ത മേഖലകളില്ല. ഒരു കാലത്ത് മനുഷ്യന്റെ മുൻപിൽ അപ്രാപ്യമായിരുന്ന സകലത്തെയും ബുദ്ധി കൊണ്ടും അവന്റെ പ്രാപ്തികൾ കൊണ്ടും നേടിയെടുത്ത് അസാധ്യതകൾ ഒന്നുമില്ല എന്നുള്ള ഒരു ധൈര്യത്തിലും ഉറപ്പിലും ഇന്ന് ആധുനിക മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് നേടുവാൻ കഴിയാത്തതൊന്നുമില്ലാത്ത ഒരു നിലയിലൊക്കെ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ പലതിൻ്റെയും മുൻപിൽ ശൂന്യതകൾ മാത്രം നിറച്ചുകൊണ്ട് ലോകത്തിലെ മനുഷ്യവർഗം ഞരങ്ങി തേങ്ങി മുൻപോട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഭാരതവും നമ്മുടെ കൊച്ചു കേരളവും ഒക്കെ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക പ്രതിരോധങ്ങളിലൂടെയൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ സമ്പൽ സമൃദ്ധിയിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളും എക്കണോമിയുടെ തകർച്ച നിമിത്തമായി നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുൻപോട്ട് പോവുകയാണ്. നമ്മുടെ ഭാരതവും വ്യത്യസ്തമായ ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം നോക്കുമ്പോൾ ലോകത്തിൽ മനുഷ്യർക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനുമുള്ള യാതൊരു വിധമായ വകകളും മനുഷ്യന്റെ മുൻപിലില്ലാത്ത ഒരു കാലം. സമാധാനം പാടെ മാറ്റപ്പെടുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവങ്ങളുടെ പ്രാകൃതങ്ങൾ നിമിത്തം ഭൂമിയിൽ പരസ്പര സ്നേഹം നഷ്ടപ്പെട്ട് മൃഗങ്ങളെക്കാളും ക്രൂരന്മാരായി മനുഷ്യർ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തീവ്രവാദ ശൃംഖലകൾ ഒരു ഭാഗത്ത്, ദൈവത്തിന് സ്തോത്രം, വിധ്വംസക പ്രവർത്തനങ്ങളുമായി രാജ്യങ്ങൾക്ക് ഭീതി ഉയർത്തുന്ന ആഭ്യന്തര കലാപങ്ങളുടെ അനുഭവങ്ങൾ രാജ്യങ്ങളിൽ തലയുയർത്തി വരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ രാജ്യങ്ങളും സ്റ്റേറ്റുകളും സൊസൈറ്റികളും ഒക്കെ തന്നെ തകർച്ചയുടെയും ഭീതിയുടെയും അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവഭക്തന്മാരായ ദൈവജനത്തെ നോക്കുമ്പോൾ കുഞ്ഞാടിന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കുറിച്ച് നോക്കുമ്പോൾ
അവർ തികച്ചും സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാനും കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിലും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന ദൈവജനം ഒരുപക്ഷെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുർഘടങ്ങൾ, പരിശോധനകളൊക്കെ മുൻപിൽ ധാരാളമായിട്ടുണ്ടായിരിക്കാം. എന്നാലും പ്രതികൂലങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ പ്രത്യാശയുടെ തിരുനാളങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊടുത്ത നസ്രയനായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഇന്ന് രാത്രിയിലും കൂടപ്പെട്ടവരുടെയും കേൾവിക്കാരുടെയും ഹൃദയങ്ങളിൽ അവരുടെ ജീവിതങ്ങളിലേക്ക് പുതിയ ഒരു വഴിത്തിരിവുണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിലേക്ക് നാം കടക്കുമ്പോൾ കഴിഞ്ഞ 2 രാത്രികളിലും നാം വായിച്ച് ധ്യാനിച്ച തിരുവചന ഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുപോകാം. പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വേദഭാഗം നമുക്ക് ചേർന്നൊന്ന് വായിച്ചു നോക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗലോസ് ശ്ലീഹ റോമിലുള്ള ദൈവഭക്തന്മാർക്ക് ലേഖനം എഴുതി കൊരിന്തിൽ നിന്ന് അയക്കുന്ന സന്ദർഭത്തില് അവരുടെ കഷ്ടാനുഭവങ്ങൾ, അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അവർ തളർന്നോ തകർന്നോ പോകാതിരിക്കേണ്ടതിന്, കഷ്ടങ്ങളുടെ നടുവിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവ ജനത്തെ ധൈര്യത്തിന്റെ പ്രബോധനം കൊടുത്ത് കൊരിന്തിൽ വെച്ച് തന്റെ 3-ാം മിഷണറി യാത്രയിൽ താൻ എഴുതി അറിയിച്ച ലേഖനമായിരുന്നു റോമർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലിപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്തില് ദൈവജനത്തിന്റെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കുന്നു. വെളിപ്പെടുവാനുള്ള, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വെളിപ്പെടുവാൻ പോകുന്ന, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ സ്വർഗീയ മഹിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ പ്രകാശത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയണം. കഷ്ടതയുണ്ട്, അത് നമ്മെ അലട്ടുന്നതാണ്, നമുക്ക് മനസ്സിന് വേദനകൾ ഉണ്ടാക്കുന്നതാണ്. എങ്കിൽ പോലും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. രാത്രി ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരും ജീവിതയാത്രയിൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും സ്ഥാനത്ത് നിങ്ങളിലേക്ക് വെളിപ്പെട്ടു വരുവാൻ പോകുന്ന ആ അത്ഭുത തേജസ്സിനെ ഒന്നോർത്താൽ മതി. നമ്മുടെ കഷ്ടതകളെ നമുക്ക് മറക്കുവാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഒരിക്കൽ ഇപ്രകാരം എഴുതി ഓർപ്പിക്കുവാനിടയായി തീർന്നു: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ഉള്ളിൽ ധ്യാനിച്ചുകൊള്ളി. ഈശോ മശീഹ 2000-ഓളം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മനുഷ്യാവതാരമെടുത്ത് ഒരു ദാസനെ പോലെ ലോകത്തിൽ ഇറങ്ങി വന്ന് തന്റെ ശുശ്രൂഷ ദൈവഹിത പ്രകാരം തികച്ച് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അവൻ വേദനപ്പെട്ട് രക്തമൊഴുക്കി മുറിവേറ്റപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ക്രൂശിൽ അവൻ നിവർത്തിച്ചു. ആ വേദനകളെ ധ്യാനിച്ചാൽ, അവന്റെ കഷ്ടപ്പാടുകളെ, അവൻ അനുഭവിച്ച ദുരിതങ്ങളെ നാം ഒന്ന് ഓർത്താൽ മതി. നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ മാറിപ്പോകുവാൻ ഇടയായി തീരും. ഇന്ന് ലോകത്തിൽ മനുഷ്യര് പലവിധമായ പ്രയാസങ്ങളും ചെറിയ ചെറിയ പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ അറിയാതെ തളർന്നു പോവുകയാണ്, അറിയാതെ നിരാശപ്പെട്ടു പോവുകയാണ്. വേദനയുടെ നീർച്ചുഴിയിലേക്ക് എപ്പോഴോ എങ്ങനെയോ അറിയാതെ അവർ അകപ്പെട്ടതിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകുന്നത് കാണുവാൻ കഴിയും. ഇന്ന് എല്ലാവർക്കും അവരവരുടെ വേദനയാണ് ഏറ്റവും വലുത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അവരവരുടെ വേദന. മറ്റൊരാളുടെ കഷ്ടതയൊന്ന് നോക്കിയാൽ നമ്മുടെ കഷ്ടത ഏതുമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എറണാകുളം ജില്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അതിന്റെ ക്യാൻസർ വാർഡിലേക്ക് ഞാനൊരാളെ കാണുവാൻ വേണ്ടി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ കണ്ട കാഴ്ചകൾ കരളലിയിപ്പിക്കുന്നതായിരുന്നു. മനുഷ്യ ജീവിതങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമോ എന്ന് തോന്നത്തക്ക നിലയിൽ ഭീതിജനകമായ അവസ്ഥകൾ. ഒരു ചെറുപ്പക്കാരൻ, 30 വയസ്സിൽ താഴെ മാത്രം കാണുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഈ വാ തുടങ്ങി ഈ ചെവി വരെയുള്ള ഭാഗത്ത് മാംസമില്ല,
തൊക്കില്ല, എല്ലാം അടർന്നുപോയി, ദ്രവിച്ച് എല്ലാം നശിച്ചു പോയി. അല്പം ഭക്ഷണമോ വെള്ളമോ വല്ലതും വായിലോട്ട് ഒഴിച്ചു കൊടുത്താൽ ഒരു സൈഡിൽ കൂടെ അത് പുറത്തേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നോട് പ്രാർത്ഥിക്കാമോ എന്ന് നേരിയ സ്വരത്തിൽ പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം സമീപങ്ങളിലുള്ള കിടക്കുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് നിരാശ, എല്ലാവരും തളർന്നവർ, എല്ലാവരും തകർന്നവർ, എല്ലാവരും നിരാശയോടും വേദനയോടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ എന്ന് കേഴുന്ന ഒരവസ്ഥ. ഞാൻ അവിടെ നിന്ന് അല്പസമയം ഓർത്തു, ദൈവമേ തന്ന സൗഖ്യം എത്ര വലുതാണ്, ദൈവമേ തന്ന ആരോഗ്യം എത്ര വലുതാണ്, ദൈവം തന്ന ശരീരം എത്ര വലുതാണ്, കുഴപ്പങ്ങൾ കൂടാതെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ എത്ര ആഴമാകുന്നുവെന്ന് ഞാൻ അവിടെ നിന്ന് ഓർക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിച്ചിട്ടില്ല. അവൻ ദോഷങ്ങൾ ചെയ്ത് നമ്മെ മുൻപോട്ട് വിടുന്ന ദൈവമല്ല. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞതാണ്. എന്നാൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിക്കുമ്പോൾ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. എങ്ങനെയാണ് ആ ഒരു അവസ്ഥ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നതും കഷ്ടതകളെ സാരമില്ല എന്ന് എണ്ണുവാനും നമുക്ക് കഴിയുന്നത്? നാം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒന്നാമത് യേശുവിന്റെ കാൽവറി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ഉള്ള അവന്റെ സഹനമായിരുന്നു. അത് നമ്മെ തേജസ്സിലേക്ക് നടത്തുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി അവൻ ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് നിമിത്തമായി ലോകത്തിൽ പ്രൊക്ലൈം ചെയ്യപ്പെട്ട, പ്രഘോഷിക്കപ്പെട്ട സത്യസുവിശേഷം, ട്രൂ ഗോസ്പൽ, ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സേറിയ സുവിശേഷം ഇന്ന് ദൈവമക്കളെ, ഒരു കൂട്ടം മനുഷ്യരെ ആ തേജസ്സിലേക്ക് നടത്തുന്നു. അതിന്റെ ഭാഗങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. മൂന്നാമത് ദൈവം തന്റെ കൗൺസിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആലോചനകൾ ഭൂതലത്തിൽ മനുഷ്യന്റെ മേൽ തന്ന് ഭൂമിയുണ്ടായ കാലം തുടങ്ങി മനുഷ്യരോട് ദൈവം തന്റെ ആലോചനകൾ അറിയിച്ച് ആലോചനയിലൂടെ ദൈവം തന്റെ ജനത്തെ മഹത്വത്തിലേക്ക് ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ആലോചനയുടെ ഭാഗങ്ങൾ എന്ത് എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. അടുത്തതായി ദൈവം തന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നമ്മിൽ അയക്കുമ്പോൾ അത് മഹത്വത്തിന്റെ ആത്മാവാകുന്നുവെന്നു. ആ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പാപിയെ തേജസ്സുള്ളവനാക്കി പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു, അവനെ ഒരുക്കുന്നു എന്നും നാം തിരുവചനത്തിലൂടെ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇനിയും ആ തേജസ്സിന്റെ അനുഭവത്തെ നാം പ്രാപിക്കുവാൻ നാം എന്താകുന്നു ചെയ്യേണ്ടത്? തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു മറ്റു ചില കാര്യങ്ങൾ കൂടെ വളരെ വേഗത്തിൽ ചിന്തിച്ച് എന്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി തീത്തോസിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങളെ നമുക്ക് ചേർന്ന് വായിക്കാം. തീത്തോസ് 2:12-13 വാക്യങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ഒരു പ്രത്യക്ഷതയെ കുറിച്ച് തിരുവചനം അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ആ തേജസ്സുള്ള പ്രത്യക്ഷതയിലേക്ക് ഒരുക്കപ്പെടുന്ന ദൈവജനം ആ തേജസ്സിന്റെ പങ്കാളികളായി തീരുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, തിരുവചനം പറയുന്നു ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ദൈവത്തിന് സ്തോത്രം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും, അൺഗോഡ്ലിനെസ് ആൻഡ് വേർഡ്ലി ലസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. പ്രപഞ്ചത്തിന്റെ മോഹങ്ങളും ഭക്തികേടും വർജിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുവാൻ, അതിനോടൊരു വേർപാട് പറയുവാൻ ഇടയായി തീരണം. ഇന്ന് പലർക്കും പലയിടത്തും വേർപെടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുക. ചിലർക്കാണെങ്കിൽ കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന പിടിക്കുകയും ചെയ്യണം. രണ്ടും കൂടെ നടക്കുകയല്ല. ഒന്നുകിൽ കക്ഷത്തിൽ ഇരിക്കുന്ന അവിടെ ഇരുന്നോട്ട്, ഇല്ലെങ്കിൽ ഉത്തരത്തെ ഇരിക്കുന്ന കയറി പിടിക്കുക. ഇത് രണ്ടും അവിടുത്തെ വേണം ഇവിടുത്തെ
ഇവിടത്തെയും വേണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നവരുണ്ട്. ഇല്ല, അത് സാധ്യമല്ല. ഇരുതോണിയിൽ കാല് ചവിട്ടിയുള്ള യാത്ര ഒരിക്കലും ആർക്കും സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ആ തേജസ്സിന്റെ അനുഭവത്തെ നമുക്ക് പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് യേശു തമ്പുരാൻ ലോകത്തിന്, മനുഷ്യവർഗത്തിന് പ്രദാനം ചെയ്യുന്ന, അവനിൽ ഉണ്ടായിരുന്നതും നഷ്ടപ്പെട്ടു പോയതുമായതും അവനിലേക്ക് വീണ്ടും തിരികെ വരേണ്ടതുമായ ആ തേജസ്സിന്റെ അനുഭവം പ്രാപിപ്പാൻ വേർപെടേണ്ടതിനെ വേർപെടുത്തുവാൻ നമുക്കിടയായി തീരണം. ഉപേക്ഷിച്ച് കളയേണ്ടതിനെ ഉപേക്ഷിക്കുവാൻ നമുക്കിടയായി തീരണം. നമുക്കറിയാം, സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് 3 ഭാഗങ്ങളുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം എന്ന 3 ഭാഗങ്ങൾ. അതിന്റെ 2-3 ഭാഗങ്ങളെ ചേർത്ത് മറ്റൊരു പേര് പറയും തിരുനിവാസം എന്നാണ് അതിന് പേര്. കതിരമരം കൊണ്ടുണ്ടാക്കിയ 48 പലകകൾ ചേർത്ത് വെച്ച്, ദൈവത്തിന് സ്തോത്രം, അതൊരു പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. 48 പലക, അതിന് കൃത്യമായ അളവുണ്ട്. 10 മുഴം നീളം, 1.5 മുഴം വീതി. 1.25 കൂടത്തില്ല, 9.25 കുറയത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. അതിന് തോതിന് ക്ലിപ്തമായ ഒരു അനുഭവത്തെ പറഞ്ഞു കൊടുത്തിട്ട് ഈ 48 പലകകൾ ഒന്നോട് ചേർത്ത് വെച്ച് വെള്ളിച്ചുവടുകളിൽ മേൽ നിർത്തി മുഴുവൻ പൊന്നിനാൽ പൊതിഞ്ഞ് അന്താഴങ്ങൾ ചെലുത്തി അങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗം മറിഞ്ഞു വീഴാതെ ഉറപ്പോടെ നിൽക്കുന്ന ആ ഭാഗത്തെ ചേർത്ത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പേര് തിരുനിവാസം എന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ തിരുനിവാസം ഉണ്ടായത്? ഏതോ കാട്ടുപ്രദേശത്തോ മലമ്പ്രദേശത്തോ മറ്റോ നിന്ന ആ കൂറ്റൻ മരത്തെ വെട്ടിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഭൂമിയിൽ നിന്ന് വെട്ടിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയോടുള്ള ബന്ധം അവിടെ വിടുകയാണ്. മുറിച്ചെടുത്തു. ഈർച്ചവാല് കൊണ്ട് അറുത്തു മുറിച്ച് ഈ ലോകത്തോടുള്ള ബന്ധം മുറിച്ചു മാറ്റിയിട്ട് അടുത്തതായി അതിനെ ഒന്ന് ശുദ്ധീകരിപ്പാനായിട്ട് ബില്ലിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഈർച്ചവാളിനാൽ അറുത്തതിന്റെ പുറന്തൊലിയും പുറംവെള്ളയും കാതലോടുകൂടെ ചേർത്ത് വെട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം തുള്ളൻകൂത്ത് ഊറാങ്കൂത്തുന്ന സകല ഭാഗങ്ങളും എടുത്ത് പുറത്തു കളഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം അതിൽ നിന്ന് മേന്മേറിയ ഒരു ഭാഗത്തെ തോതിന് വെട്ടിയെടുക്കുകയാ. അളവ് കറക്റ്റാണ്, നീളം കറക്റ്റ്, വീതിയും കറക്റ്റ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതിനെ പ്രത്യേകമായ രീതിയിൽ ഒരുക്കിയെടുത്തിട്ട് പൊന്നിനാൽ മുഴുവൻ പൊതിയുകയാ. ഇപ്പോൾ ആ പലക കണ്ടാൽ ഒരു പൊൻപലക എന്നേ പറയത്തുള്ളൂ, മരമെന്നവിടെ പറയത്തില്ല. ഭൂമിയിൽ അത് നിന്നൊരു വസ്തുവാണെന്ന് പറയുകയില്ല. ഇതായിരിക്കണം ദൈവമക്കളുടെ ജീവിതം. വേർപെടേണ്ടിടത്ത്, ഭൂമിയിൽ നിന്ന് വേർപെടേണ്ടപ്പോൾ, ലോകത്തിൽ നിന്ന് വേർപെടേണ്ടിടത്ത്, അശുദ്ധികളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്ന് എവിടെ നിന്നെല്ലാം ഒരു ഭക്തൻ വേർപെടണമോ അവിടെ നിന്ന് വേർപെടുവാനിടയായി തീരണം. വേർപാട് എന്നുള്ള ആ പദത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ അതിനകത്ത് 2 അർത്ഥങ്ങളാണ്. ഒന്ന് സെപ്പറേഷൻ, 2 കോൺസിക്രേഷൻ. ഈ 2 ഭാഗങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാകുന്നു വേർപാടിന്റെ അവസ്ഥ ഒരു മനുഷ്യനിലേക്ക് ഉണ്ടാകുന്നത്. ഒന്ന് വേർപെടുത്തുക, മറ്റൊന്ന് ഒന്നിൽ പ്രതിഷ്ഠിക്കുക. ഒരിടത്തു നിന്ന് വേർപെടുത്തി മറ്റൊരിടത്ത് സ്ഥാപിക്കുക എന്നുള്ളത്. അനീതിയിൽ നിന്ന് വേർപെടുത്തി ദൈവനീതിയിൽ സ്ഥാപിക്കുക. ലോകത്തിൽ നിന്ന് വേർപെടുത്തി ദൈവരാജ്യത്തിൽ പ്രതിഷ്ഠിക്കുക. അസത്യത്തിൽ നിന്ന് വേർപെടുത്തി സത്യത്തിൽ പ്രതിഷ്ഠിക്കുക. അശുദ്ധിയിൽ നിന്ന് വേർപെടുത്തി വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കുക. ഇതാണ് യഥാർത്ഥമായ വേർപാട്. അല്ലാതെ വേർപാട് ജീവിതം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഉടനെ ഒരു 7 o'clock ബ്ലേഡ് വാങ്ങിച്ച് ഇതെല്ലാം കൂടെ ചെത്തിക്കളഞ്ഞിട്ട് പിന്നെ കഴുത്തിലും കാതിലും കിടക്കുന്നുണ്ട്, ഊരി അലിമാരിക്കകത്ത് വിൽക്കത്തില്ല. ഊരി അലിമാരിക്കകത്ത് വെക്കും. മോടെ കല്യാണം വരുമ്പം ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം വല്ല പരിപാടി ഉണ്ടെങ്കിൽ അലിമാരിക്കകത്ത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് കവറിലാക്കി അലിമാരിക്കകത്ത് വെക്കുന്നതോ മാത്രമല്ല വേർപാട്. ദൈവത്തിന് സ്തോത്രം. ഒന്നിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊന്നിലേക്ക് നടപ്പെടുക. അതാണ് യഥാർത്ഥമായ വേർപാടിൻ ജീവിതം. സെപ്പറേഷൻ ആൻഡ് കോൺസിക്രേഷൻ, ഇത് 2 കൂടെ ഒരുപോലെ ചേർന്ന് വരുമ്പോഴാകുന്നു വേർപാടിൻ ജീവിതം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാനൊരു തൈ, ഇവിടെ നിൽക്കുന്ന ഒരു ചെറിയ വൃക്ഷത്തിന്റെ തൈയെ പിഴുതു. ദൈവത്തിന് സ്തോത്രം. അത് ഒരിടത്തുനിന്ന് ഞാൻ വേർപെടുത്തി, മണ്ണിൽ വേർപെടുത്തി, സത്യമാണ്. പക്ഷെ എനിക്കതിനെ എൻ്റെ മുറ്റത്ത് കൊണ്ട് വെക്കണമെങ്കിൽ ഞാൻ സ്തോത്രം പറഞ്ഞ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് മേശപ്പുറത്ത് കൊണ്ട് വെച്ചാൽ പറ്റത്തില്ല. ഇതിനെ അവിടുന്ന് കൊണ്ടുപോയി അതിനുവേണ്ടി ഒരു തറയൊരുക്കി അവിടെ അതിനെ നട്ടുപിടിപ്പിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോഴാകുന്നു ഒരിടത്തുനിന്ന് പറിച്ചെടുത്ത് മറ്റൊരിടത്ത് സ്ഥാപിക്കുക. ഇതുപോലെയുള്ള ജീവിതം പലർക്കും വേർപാടിന്റെ തുടക്കമുണ്ടാകും. ചിലതൊക്കെ അങ്ങ് വിടും. പക്ഷെ എവിടെയാ പോയി നിൽക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. റബ്ബർ പന്ത് ഉരുളുന്ന പോലെ ഇങ്ങനെ ഉരുണ്ട് നടക്കുകയാണ്.
എവിടെ നിൽക്കണ്ടെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയില് ഉരുണ്ട് മറിഞ്ഞു നടക്കുക. പല പെന്തക്കോസ് അനുഭവങ്ങൾ പോകുന്നവർക്ക് പോലും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തേജസ്സിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയണമെങ്കിൽ തിരുവചനം പറയുന്ന ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും നമുക്ക് വർജിക്കുവാനിടയായി തീരണം. ഈ വർജനം എന്ന് പറയുമ്പോൾ, വേർപാട് എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നാം നോക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, വേർപെട്ടു എന്നുള്ളൊരു വാക്കല്ല, നമ്മുടെ ജീവിതത്തിൽ ചില സൂക്ഷ്മതകൾ ഉണ്ടാകുന്ന അനുഭവത്തെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2-3 വിഷയങ്ങൾ വളരെ വേഗത്തിൽ ഞാനൊന്ന് മുൻപോട്ട് നിങ്ങളെ ഓർപ്പിച്ചു വിടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വേർപെട്ടിരിക്കേണ്ട ചില അനുഭവങ്ങളെ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ്ലീഹ മുൻവാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത് എന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. സൂക്ഷ്മതയുടെ അനുഭവം. ദൈവത്തിന് സ്തോത്രം. പുറപ്പെടണമെങ്കിൽ ഒരു സൂക്ഷ്മത വേണം. വീണ്ടും അതിലേക്ക് പോകാതിരിക്കണമെങ്കിലും സൂക്ഷ്മതയുള്ള ഒരു ജീവിതം വേണം. സൂക്ഷിച്ചോണം. ദൈവത്തിന് സ്തോത്രം. പ്രായമുള്ളവര് ചില ഇളയ കുട്ടികളോട് ഒക്കെ പറയാറുണ്ട്, മോനെ സൂക്ഷിക്കണമേ. യാത്ര പോകുമ്പോൾ പറയും സൂക്ഷിച്ചു പോകണം. വണ്ടി ഓടിക്കുമ്പോൾ പറയും സൂക്ഷിച്ചു പോകണം. പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഓടിക്കുന്ന കുട്ടികളോടൊക്കെ മാതാപിതാക്കൾ പറയും, മോനെ സൂക്ഷിച്ചേ പോകാവൂ. ചില പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 2 വീലറിലോട്ട് കയറിയാൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നോറുള്ള ഫീലാണ്. അവർ പിന്നെ വേറെ ഏതോ ലോകത്തിലൂടെ കണ്ടിട്ടില്ല, ഇങ്ങനെ അവർ പാളിച്ചൊക്കെ പോകുന്ന കാണുവാൻ കഴിയും. ഏതോ നേടിയെടുത്തതുപോലെയാ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കാല് വഴുതിയാൽ ടയർ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നുള്ളതൊന്നും അവർ അന്നേരം ഓർക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഏതോ ഒരു ലോകത്ത് കയറിയിട്ട് ഇടക്കാലത്ത് മൊത്തം ഡ്യൂക്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഡ്യൂക്കൊക്കെ വെറും ഡ്യൂപ്പായപ്പോൾ ഇപ്പോൾ മൊത്തം എൻഫീൽഡിന്റെ പുറകെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം പോക്ക്. ദൈവത്തിന് സ്തോത്രം. സഹോദരിമാർ ഇപ്പൊ എൻഫീൽഡിലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കായംകുളത്തിനടുത്തുള്ള ഒരു സഹോദരി അമ്മ ആയിരിക്കാം പുറകെ വെച്ചുകൊണ്ട് ഒരു കറുത്ത ഡ്രസ്സൊക്കെ ധരിച്ച് കറുത്ത കണ്ണാടിയൊക്കെ വെച്ച് ബുള്ളറ്റിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് പോകുന്ന കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ എല്ലാവരും ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ബുള്ളറ്റ് എൻഫീൽഡ് 350 ഒരെണ്ണം ഉണ്ടെങ്കിൽ 500 കിട്ടിയാൽ വലിയ സന്തോഷം, 350 എങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ പോക്ക്. പ്രിയപ്പെട്ട യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയെടുത്താലും നമ്മുടെ കാൽ ചുവട്ടിൽ എന്തെല്ലാം വന്നു നിന്നാലും നിൽക്കുന്നിടത്തെ മണ്ണൊന്നും ഒലിച്ചു പോയാൽ പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് ആർക്കും ഒരു പിടുത്തവും കാണുകയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ജീവിച്ചു കൊല്ലണം. പുറപ്പെടേണ്ടിടത്തുനിന്ന് പുറപ്പെട്ട് വേർപാട് ഏറ്റുപറയേണ്ടിടത്ത് ഏറ്റുപറഞ്ഞ് അശുദ്ധമായതിനെ തൊടാതെ ആകാത്തതിനെ നോക്കാതെ സൂക്ഷ്മതയോടെയുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് ചെയ്യുവാൻ ഇടയായി തീരണം. സൂക്ഷിച്ചു കൊള്ളണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം ഒന്ന് കൊണ്ടുവന്നാൽ 23-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അതിന്റെ ആരംഭ ഭാഗം വായിച്ചു നോക്കിയാൽ, ഒന്ന് വായിക്കാമോ? 23-ന്റെ 13-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പീൻ. സൂക്ഷ്മതയോടെ ഇരിപ്പീൻ. കൽപ്പിച്ചതിലൊക്കെയും സൂക്ഷ്മതയോടെ ഇരുന്നു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വേർപാടിന്റെ ജീവിതത്തിന്റെ പ്രത്യേകതയിൽ ഒന്നാകുന്നു, ദൈവം അരുളി ചെയ്തതും ദൈവവചനം അനുശാസിക്കുന്നതുമായ വിഷയങ്ങളിൽ സൂക്ഷ്മതയോടെയുള്ള ജീവിതം. എന്തിലൊക്കെയാണ് നാം സൂക്ഷിക്കേണ്ടത്? ഒരു 7 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം. സമയക്കുറവ് നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഞാൻ വളരെ വേഗത്തിൽ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ജോബിന്റെ പുസ്തകം 36-21 വാക്യം. സൂക്ഷിച്ചുകൊള്ളുക, നീതികേടിലേക്ക് തിരിയരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൂക്ഷിച്ചുകൊള്ളുക, നീതികേടിലേക്ക് തിരിയരുത്. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിച്ചുകൊള്ളുക, നീതികേടിലേക്ക് തിരിയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വേർപാടിന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഭാഗമാണ് നീതികേടിലേക്ക് വീണ്ടും പോകാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളണം. ഒരു ഭക്തൻ നീതിയോടെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവനാണ്. ഒരിക്കലും നീതികേടിലേക്ക് പോകുവാനിടയാകരുത്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും പ്രതിഫലവുമായി നമ്മുടെ കർത്താവായ യേശു മടങ്ങി വരൂ. ദൈവത്തിന് സ്തോത്രം. അനീതിയിലേക്ക് നീതികേടിലേക്ക് തിരിയാതെ വണ്ണം ദൈവമക്കൾ തങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഇത് നമ്മുടെ ധാർമ്മിക ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഓരോരുത്തരും ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്? നീതിയുള്ളൊരു ജീവിതമാണോ നീതികേടുള്ളൊരു ജീവിതമാണോ നാം ചെയ്യുന്നത്? വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹം
ആഗ്രഹമുണ്ട്. പറഞ്ഞു പോകുവാൻ സമയമില്ലാത്തതിനാൽ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തെ നമുക്കൊന്ന് വായിക്കാം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. ചെറിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാകുന്നു ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേർപാടിൻ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ആഭരണങ്ങൾ ഇടരുത്, വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കരുത്, ബീഡി വലിക്കരുത്, കള്ളു കുടിക്കരുത്, ഇതൊക്കെ പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കൂ. വേർപാടിൻ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ, നിന്റെ സഹോദരനെ കുറിച്ച് കുറ്റം പറയാതിരിപ്പാൻ, കൂട്ടു സഹോദരനെ കുറിച്ച് താഴ്ത്തിക്കെട്ടി പറയാതിരിപ്പാൻ, അന്യനെ കുറിച്ച് ദോഷമായത് പറയാതെയോ ചിന്തിക്കാതെയോ ഇരിപ്പാൻ്റെക്കെ വണ്ണം നീ സൂക്ഷിക്കണമെന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. ഇത് നമ്മുടെ വേർപാടിൻ ജീവിതത്തിൽ നാം ഉൾപ്പെടുത്തിക്കൊള്ളണം. ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ വളരെ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വാസ ജീവിത യാത്രയിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ നിന്ദകൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ കൊണ്ട് ചിലപ്പോൾ നാം തകർന്നു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്യർ നിങ്ങളെ പരിഹസിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നെങ്കിൽ അതിൽ നിങ്ങൾ ക്ലേശിക്കേണ്ട. പക്ഷെ നിങ്ങൾ അത് ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരാൾ നിങ്ങളെ മോശമായ വാക്കുകൾ പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ, നിങ്ങളത് പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. ഒരിക്കൽ ദൈവമക്കളാ തമ്മിൽ ഏതോ ഒരു ചെറിയ പ്രയാസം നേരിട്ടപ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നപ്പോൾ വായി വന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞു. മറ്റേ അദ്ദേഹം കേട്ടുകൊണ്ട് നിന്നു. മൗനമായി നിന്നു. ഒറ്റ വാക്ക് മിണ്ടിയില്ല. വായിൽ നാക്കൊണ്ടുവന്ന് തപ്പി നോക്കണം. മൗനമായി നിന്നു. ഒരു 10-25 മിനിറ്റ് മറ്റേ അവൻ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം മൗനമായി നിന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റവന്റെ നാക്ക് കുഴഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഈ താഴ്മ സൗമ്യതയുള്ള ആൾ ചോദിച്ചു, ഡോ തീർന്നോ, നിന്റെ പരവേശം അങ്ങ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞു, കഴിഞ്ഞപ്പോ എന്നെ വേണം, നീ എന്നെ വിളിച്ചതിന്റെ 1000 മടങ്ങ് ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചേക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹമാണെങ്കിൽ ഒറ്റ വാക്ക് പോലും വേണ്ടാത്ത ഉപയോഗിച്ചിട്ട്, പക്ഷെ വിളിച്ചതിന്റെ 1000 മടങ്ങ് തിരിച്ചങ്ങ് പറഞ്ഞ് ഒറ്റ വാക്കുകൊണ്ടെല്ലാം തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിഹസിക്കുന്നവരുണ്ടാകട്ടെ, നിന്ദിക്കുന്നവരുണ്ടാകട്ടെ, താഴ്ത്തിക്കെട്ടുന്നവരുണ്ടാകട്ടെ, നിന്നയുടെ വാക്കുകൾ പറയുന്നവർ, അപമാനത്തിന്റെ വാക്കുകൾ പറയുന്നവർ, കൊള്ളാമെന്നും കൊള്ളത്തില്ല എന്നും പറയുന്നവർ, ആ പരിഹാസത്തിലൂടെ നിന്ദകളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ മനസ്സ് വ്യാകുലപ്പെട്ട്, മനസ്സ് വേദനപ്പെട്ട് നാം തളർന്നു പോകുന്ന സന്ദർഭത്തില് നിങ്ങളത് തിരികെ ചെയ്യാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങളത് തിരികെ ചെയ്യാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് അത് സാധിക്കും? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി ഒരിക്കൽ ഒരു സായിപ്പ് അദ്ദേഹത്തെ ബൂട്ടിട്ട് ചവിട്ടിയപ്പോൾ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചെന്നാ പറയുന്നത്, അങ്ങയുടെ ബൂട്ടിന് എന്തെങ്കിലും കേട് വന്നു പോയെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നേരെ അത് ഉണ്ടാകുന്നെങ്കിൽ പിന്നവൻ ആ കാലെ ബൂട്ടിടുകയില്ല. ആ പരുവത്തിലായിരിക്കുമ്പോൾ ദൈവമക്കളുടെ ആത്മീയ ഉണർവെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മോട് ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ, നാം അത് ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ഈ ചെറിയവരിൽ ഒരുത്തൻ, ദൈവമക്കൾ ഈ കാലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊക്കെ നമുക്കൊരു വേർപാട് വേണം. ചിലർക്കാണെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുവാൻ എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാമോ? വലിയ സന്തോഷമാ. സ്വന്തം ജീവിതത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ, നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ ഹൃദയം തുറന്ന് ഏറ്റുകൊള്ളുവാൻ നമുക്ക് കഴിവുണ്ടോ? കഴിവില്ലാത്തവർ മറ്റുള്ളവരെ താഴ്ത്തുവാനും കുറ്റപ്പെടുത്തുവാനും പോകരുത്. അന്യന് നേരെ വിരൽ ചൂണ്ടി ഒരു കാര്യം നാം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കൂ. എന്റെ നേരെ മറ്റൊരാൾ വിരൽ ചൂണ്ടി ഇതേ സെന്റൻസ് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയും? അത് ഓർത്തു വേണം നമ്മുടെ ആത്മീക ജീവിതം ചെയ്യുവാൻ. മറ്റുള്ളവരുടെ നേരെ ആക്ഷേപശരങ്ങൾ ഉന്നയിക്കുമ്പോൾ, താഴ്ത്തിക്കെട്ടുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. പ്രത്യേകാൽ ദൈവമക്കൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഏത് താഴ്ചകളിലൂടെ കടന്നുപോയാലും, അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാ, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ തരം താഴ്ത്തപ്പെടുമ്പോൾ, ദുഃഖങ്ങളിലും വേദനകളിലും മറ്റുള്ളവരുടെ പ്രകോപനങ്ങൾക്ക് നിങ്ങൾ ഇരയാകുമ്പോൾ, നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് നല്ലവനാണ്. നമ്മുടെ ദൈവം നമുക്ക് നല്ലവൻ. നമ്മുടെ വേദനകളിൽ, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുന്ന ദൈവം നമുക്ക് നല്ലവൻ. ഇന്ന് രാത്രി ആ നല്ലവനായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, മറ്റുള്ളവരെന്നെ എന്ത് പറഞ്ഞു
പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് തിരിച്ചു പറയുവാൻ കഴിയാതെ വണ്ണം ഞാൻ എന്നെ നിന്നിൽ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാട്ട് പരിഹാസത്തിന്റെ അവസ്ഥകളിൽ നിന്ന് ഞാൻ എന്നെ എടുത്തു മാറ്റി ദൈവസ്നേഹമാകുന്ന അങ്ങിലേക്ക് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു. നല്ലവനായ ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും കടന്നു വരുമ്പോൾ നമ്മെ നടത്തുന്ന നല്ലൊരു ദൈവമുണ്ട്. ഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പാടുകയുണ്ടായി, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോർത്തിടും തന്മാർവിനോടു ചേർത്തിടും, സാരമില്ലെന്നോർത്തിടും തന്മാർവിനോടു ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും അന്യനല്ലവൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, എനിക്കു നൽകിടുവാൻ ഭാഗത്തായുണ്ടുതാ, തണലെനിക്കു തന്നിടുവാൻ പല ഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നും അന്യനല്ലവൻ. ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ നമ്മെ വല്ലാതെ വീർപ്പുമുട്ടിക്കുമ്പോൾ, ഈ ഉലകത്തിന്റെ വെയിലും പരിഹാസങ്ങളും നിന്ദകളും ആക്ഷേപങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വാടി വീഴാതോടുവാൻ തണലരുളിത്തരുന്ന ഒരു നല്ല ദൈവം നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവനോട് ചേർന്ന് നിൽക്കാം. ലോകത്തിന്റെ തിന്മകൾക്കൊത്തവണ്ണം ഓടാതെ യേശുവിന്റെ സ്നേഹത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി നമുക്ക് നിൽക്കാം. ദൈവമക്കൾ മറ്റൊരാളെ തുച്ഛീകരിക്കാതിരിപ്പാൻ വളരെ സൂക്ഷ്മതയോടെ യാത്ര ചെയ്തുകൊള്ളണം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ മറ്റൊരു വാക്ക് അവിടെ പറയുന്നു, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയോ ഒക്കെ ചെയ്ത്, ദൈവത്തിന് സ്തോത്രം, തിരുവചനം പറയുന്നു, ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് വളരെ സൂക്ഷിക്കണം. വാക്യം ഒന്ന് വായിക്കാമോ? നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളണം. ഈ ഒരു കാര്യം നമുക്ക് ഓർത്തുകൊള്ളണം. ദൈവസഭയിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട പ്രാഥമിക കടമ്പകളിൽ ഒന്നാകുന്നു അന്യോന്യം കടിയും തിന്നുകയും ചെയ്ത്, കടിക്കുകയും തിന്നുകയോ ഒക്കെ ചെയ്ത് ഒരുവൻ ഒടുങ്ങിപ്പോകരുത്. ഓരോ ദൈവമക്കളും ശ്രദ്ധിച്ചു കൊള്ളണം. ഞാൻ നിമിത്തം എന്റെ കൂട്ടുവിശ്വാസി ഒരിക്കലും ഇടറരുത്. ഞാൻ നിമിത്തം ഞാൻ ഉൾപ്പെട്ട കോൺഗ്രിഗേഷൻ ഒരിക്കലും കലങ്ങിപ്പോകരുത്. ഞാൻ മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു ഭാരമാകാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം. അതിന് ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വേർപെട്ടു. അതാണ് ഈ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് തന്നെ താൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് തിരുവചനം പറയുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കാമോ? ലൂക്കോസ് 12-ന്റെ-15-ാമത്തെ വാക്യം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല പ്രബോധനം. ഒരു ദൈവവൈതൽ വേർപെട്ടിരിക്കേണ്ട, ഒഴിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായി പറയുന്നു. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള അമിതമായ ഭ്രമം. ദൈവത്തിന് സ്തോത്രം. പണത്തോട്, സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ അലട്ടരുത്. ഒരു വിശ്വാസിയാണോ യേശുവിന്റെ പരിശുദ്ധ ദിനത്താൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തീയ ജീവിതയാത്ര ചെയ്യുന്ന ഒരു ദൈവവൈതൽ പണം എന്നുള്ള വിഷയത്തിന്റെ മുമ്പിൽ ഭ്രമിക്കരുത്. ദൈവത്തിന് സ്തോത്രം.
ചിലർക്ക് പണം കിട്ടാതെ വന്നാൽ വട്ടുപിടിക്കും. ദൈവത്തിന് സ്തോത്രം. കാശില്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടും. പണമില്ലെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത കലക്കങ്ങളിലേക്ക് പോയിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഇനി മറ്റു ചിലരുണ്ട്, എത്ര കിട്ടിയാലും ഉപയോഗിക്കുവാൻ അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. സൂക്ഷ്മതയോടുകൂടെ ഉപയോഗിക്കുവാൻ അറിയാതെ എങ്ങനെയും അതിനെ നശിപ്പിക്കുന്നവർ. സമ്പത്ത് ജീവിതത്തിൽ വരും പോകും, പക്ഷേ അത് നമ്മെ ഭ്രമിപ്പിക്കരുത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ഒരുവിധമായ സമ്പത്തുകളും ലോകത്തിന്റെ നന്മകളും ഒന്നും അവനെ ഭ്രമിപ്പിക്കരുത്. അതിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യരുത്. യേശു പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഈ ലോകത്തിൽ നിന്നൊരു ഭക്തൻ വേർപെടുക. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ, നോട്ട് കൺഫോം ടു ദിസ് വേൾഡ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കിക്കൊള്ളണം. റിന്യൂവിംഗ് യുവർ മൈൻഡ്. അടുത്തതായി പറയുന്നു, നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്തു കൊള്ളണം. ഡു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം ചെയ്യണം. ഒരിക്കലും ഒരു ഭക്തൻ, ഒരു വിശുദ്ധൻ, ഒരു ദൈവവൈതൽ ലോകത്തിന് അനുരൂപനായി തീരരുത്. ഈ ലോകത്തിന്റെ സമ്പത്തുകൾ നമ്മെ ഒരിക്കലും ഭ്രമിപ്പിക്കാതിരിക്കുവാൻ ദൈവമക്കൾ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സകല ദ്രവ്യാഗ്രഹവും വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഈ ലോകത്തിൽ നമ്മുടെ മുൻപാകെയുള്ള പ്രധാനപ്പെട്ട ഒരു ഭക്തന്റെ, ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ അവന്റെ മുൻപിൽ കാണപ്പെടേണ്ട പ്രധാനപ്പെട്ട 4 വിഷയങ്ങളും അതിനോടുള്ള ഒരു വിശുദ്ധന്റെ സമീപനവും എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഒരു ഭക്തന്റെ മുൻപാകെ ദൈവം എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ടായിരിക്കണം. അതിനോട് അവന്റെ സമീപനം എങ്ങനെയാകണം. 2, നമ്മുടെ മുൻപിൽ കാണപ്പെടുന്ന മനുഷ്യർ, അവരോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം. 3, നമുക്ക് കിട്ടുന്ന വസ്തുക്കൾ, അതിനോടുള്ള നമ്മുടെ സമീപനം. 4, ലോകത്തിന്റെ സമ്പത്ത് അഥവാ പണം. ഈ 4 കാര്യത്തോടുള്ള നമ്മുടെ സമീപനം, ഒരു വിശുദ്ധന്റെ, ഒരു ഭക്തന്റെ സമീപനം എങ്ങനെയായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധൻ യേശുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി ഒരുങ്ങുമ്പോൾ ഭക്തികേട് വർജിക്കണമെന്ന് പറയുന്നു. ദൈവത്തോടൊരു മനുഷ്യന്റെ സമീപനം, മനുഷ്യരോടുള്ള സമീപനം, സമ്പത്തുകളോട്, വസ്തുക്കളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം. 1, ദൈവത്തോടുള്ളവന്റെ സമീപനം, അവൻ ദൈവത്തെ സേവിക്കുന്നവനാകണം. 2, മനുഷ്യനോടുള്ളവന്റെ സമീപനം, മനുഷ്യരെ സ്നേഹിക്കുന്നവരാകണം. 3, വസ്തുക്കളോടുള്ളവന്റെ സമീപനം, അത് ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കണം. അടുത്തത്, ലോകത്തിന്റെ സമ്പത്തുകൾ. ഒരു ഭക്തൻ അതിനെ വെറുത്തു വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. എന്നാൽ എന്തുകൊണ്ട് പൗലോസ്ലീഹ ഭക്തികേട് വർജിക്കണമെന്ന് പറയുന്നു? ആധുനിക ലോകത്തിൽ ഈ 4 വിഷയങ്ങളൊന്ന് എടുത്തു നോക്കിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിക്കേണ്ടതിന് പകരം ഇന്ന് ലോകത്തിൽ മനുഷ്യൻ എന്തിനെയാണ് സേവിക്കുന്നത്? സമ്പത്തിനെ സേവിച്ച്, വസ്തുക്കളെ സ്നേഹിച്ച്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തെ വെറുത്ത് മനുഷ്യരെ ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അതാ. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം ദൈവത്തെ സേവിക്കുന്നവരാണോ, ദൈവത്തെ വെറുക്കുന്നവരാണോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം എന്തിനെയാണ് സേവിക്കുന്നത്? ഇന്ന് പലർക്കും സമ്പത്ത് ഒരു സേവനമായി മാറിയിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ സമ്പത്തിനെ സേവിക്കുവാൻ പോയാൽ ലോകത്തിന്റെ സമ്പത്ത് നിങ്ങളോടുകൂടെ ലോകത്തിൽ നിന്ന് അവസാനിച്ചു പോകുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ സ്നേഹിക്കണം. യേശു എന്താ പറഞ്ഞത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നാൽ ഇന്നത്തെ ലോകമോ മനുഷ്യരെ ഉപയോഗിക്കുകയാണ്. ഇന്ന് അവരവരുടെ ഉപയോഗം നടക്കുവാൻ വേണ്ടി പലരെയും ഇന്ന് ഉപയോഗിക്കുക. എന്റെ കാര്യം നടക്കാൻ 2 പേര് എനിക്ക് വേണോ? എന്റെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ 2 പേര്. ചിലർ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപയോഗിക്കുന്നവർ, ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപയോഗിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സമ്പത്തിന്റെ സോഴ്സായി മാത്രം ചിലര് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ട്. വസ്തുക്കളെ ഉപയോഗിക്കേണ്ടതിന് പകരം ഇന്ന് മനുഷ്യരെ ലോകം ഉപയോഗിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇനി വസ്തുക്കളോടുള്ള സമീപനമോ അത് ഉപയോഗിക്കാനുള്ളതാ. എന്നാൽ ആധുനിക ലോകം, ആധുനിക മനുഷ്യൻ, ദൈവ മക്കൾ എന്ന് പറയുന്നവർ എന്താണ് ചെയ്യുന്നത്? വസ്തുക്കളോട് വലിയ സ്നേഹം. ചിലർക്ക് ചില വസ്തുവിനോടുള്ള സ്നേഹം കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. വസ്തുക്കളോടുള്ള സ്നേഹം. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ അത് ചെല്ലാണെങ്കിൽ ശുശ്രൂഷകർക്കൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും, പറയും, അയ്യോ ഇത് അപ്പച്ചൻ മാത്രം ഉപയോഗിച്ചോണം, വേറെ ആർക്കും കൊടുക്കരുത്. എനിക്ക് അങ്ങനെ ആരെങ്കിലും തന്നാൽ ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കും. കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ ഞാൻ അത് വെച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. വസ്തുവിനെ സ്നേഹിക്കരുത്. നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ MD തോമസ് അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ആരെങ്കിലും നിനക്കൊരു പൊരുൾ തന്നാൽ അത് നീ കൈവച്ച് സൂക്ഷിച്ചാൽ നീ ആ പൊരുളിനെ അല്ല കാണുന്നത്, ആ പൊരുളിലൂടെ തന്ന മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണോ ഈ പൊരുൾ തന്നത്, ആ പൊരുളിലൂടെ തന്ന ആളിനെ കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തുക്കളെ സ്നേഹിക്കരുത്, ഉപയോഗിക്കാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പേപ്പർ എനിക്ക് സ്നേഹിക്കാനുള്ളതല്ല, എനിക്ക് ഉപയോഗിക്കാൻ
ഉപയോഗിക്കാനുള്ളതാണ്. ഇന്ന് പലർക്കും അത് അറിയത്തില്ല, ഉപയോഗിക്കത്തില്ല. ചീട്ടുന്ന വസ്തുക്കൾ ഉപയോഗിക്കാതെ സ്നേഹിച്ച് പൊതിഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നവരുണ്ട്. വസ്തുക്കളെ ഉപയോഗിക്കണം, അതിനെ ഒരിക്കലും സ്നേഹിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പണത്തെ ഒരിക്കലും നാം സേവിക്കുവാൻ പാടില്ല. ലോകത്തിന്റെ സമ്പത്തുകളെ വെറുത്തു വേണം നാം ജീവിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിച്ച് മനുഷ്യനെ സ്നേഹിച്ച് വസ്തുക്കളെ ഉപയോഗിച്ച് ലോക സമ്പത്തിനെ വെറുത്തു ജീവിക്കേണ്ട മനുഷ്യരിന്ന് ദൈവത്തെ വെറുത്ത് മനുഷ്യനെ ഉപയോഗിച്ച് വസ്തുക്കളെ സ്നേഹിച്ച് പണത്തെ സേവിച്ചു പോകുന്ന ഒരവസ്ഥ. ആത്മീക ലോകത്തിന്റെ പോക്കവിടേക്ക്. എങ്ങോട്ട് പോയാലും പണം എന്നുള്ള ചിന്ത മാത്രം ജീവിക്കുന്നവർ അരുത്. ദൈവഭക്തന്മാരെ, ലോകത്തിന്റെ സമ്പത്തിന്റെ പിന്നാലെ നാം ഓടരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുവാൻ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. യാചിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം ഇന്ന് രാത്രിയിലും ആ ദൈവം നമ്മുടെ മധ്യേ ഉള്ളപ്പോൾ ലോകത്തിന്റെ സമ്പത്തുകളുടെ പിന്നാലെ ഓടി നാം നമ്മുടെ ആയുസ്സിനെ പാഴാക്കരുത്. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു പറയുന്ന ഒരു വാക്ക്, കേൾക്കുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ സൂക്ഷ്മതയുണ്ടാകണം. പെട്ടെന്നൊന്ന് വായിച്ചിട്ട് 4-ന്റെ-24-ാം വാക്യം. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിക്കണം. രണ്ട് നിലകളിലുണ്ട്. ഒന്ന്, കേൾക്കപ്പെടുന്ന ദൈവിക സന്ദേശം, അതെന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. രണ്ട്, നാം എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല ഓർമ്മയും ചിന്തയും നമുക്കുണ്ടാകണം. എല്ലാം കേൾക്കുവാൻ നമ്മുടെ കാതിനെ തുറക്കരുത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കേൾക്കുവാൻ വേണ്ടി കാത് തുറന്നു കൊടുക്കരുത്. ഒരു മനുഷ്യന്റെ കാതിനെ കുറിച്ച് നോക്കിയാൽ, ശബ്ദമളക്കുന്ന ഹെഡ്സ് എന്ന് പറയുന്ന അതിലൂടെ നാം നോക്കിയാൽ 20 ഹെഡ്സ് തുടങ്ങി 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ട്സ് മാത്രമേ ഒരു മനുഷ്യന്റെ കാതുകളിൽ കേൾക്കുവാൻ കഴിയൂ. 20 ഹെഡ്സിന് താഴെയും 20,000 ഹെഡ്സിന് മുകളിലുമുള്ള ഒരൊറ്റ ശബ്ദവീഥികളും മനുഷ്യ കാതിന് പിടിച്ചെടുക്കുവാൻ സാധ്യമല്ല. എന്താണ് സഹോദരങ്ങളെ നാം കേൾക്കുന്നത്? ഈ ലോകത്തിൽ നാം എന്തെല്ലാം കേൾക്കുന്നു എന്നുള്ളത് നോക്കിക്കൊള്ളണം. ചിലരാണെങ്കിൽ കേൾക്കാനുള്ള ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. യങ്സ്റ്റേഴ്സിനെ, യൂത്ത്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാനുള്ള എന്തെല്ലാം മേളങ്ങളാണ്. ചിലരുടെ ഫോണിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിനകത്ത് തന്നെ ഒരു മേളമാണ്. ദൈവത്തിന് സ്തോത്രം. ആ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവന്റെ സ്വഭാവവും അവന്റെ ജീവിത രീതികളും ഒക്കെ അതിലൂടെ തന്നെ മനസ്സിലാക്കുവാനിടയായി തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രദ്ധിച്ചു കൊള്ളണം വാത്സല്യ ദൈവമക്കളെ. എന്താണ് നാം കേൾക്കുന്നത്? നമ്മൾ കേട്ട് മടുത്തിട്ട് ഇനി മറ്റുള്ളവരെ കൂടെ കേൾപ്പിക്കാനുള്ള ആ വെപ്രാളത്തിൽ മറ്റുള്ളവർക്കും കൂടെ പലത് കേൾക്കാനുള്ള അവസരം. എന്തു കേൾക്കുന്നു? ആകാത്തത് കേൾക്കുവാൻ നമ്മുടെ കാതുകളെ നാം അനുവദിക്കരുത്. ഹൃദയത്തിനും കാതിനും പരിച്ഛേദന വേണമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുമ്പോൾ, കാതിന് പരിച്ഛേദന ഇല്ലെങ്കിൽ ആകാത്തതൊക്കെ കേൾക്കുവാനിടയാകും. നമുക്കറിയാം, ശമൂവേൽ എന്നൊരു ബാലൻ യഹോവയുടെ ആലയത്തിൽ പാർക്കുകയാണ്. അന്നത്തെ ന്യായാധിപനും പുരോഹിതനുമായ ഏലി 90 വയസ്സിലധികം പ്രായമുണ്ട്. കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവിയില്ല. വയസ്സനായ പുരോഹിതന് രണ്ടും നഷ്ടപ്പെട്ട അവസ്ഥയിൽ പിള്ളാരാണെങ്കിൽ തലയും കുത്തി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു കൊച്ചുബാലൻ യഹോവയുടെ ആലയത്തിൽ പെട്ടകത്തിന്റെ അടുക്കൽ നിലവിളക്ക് കെടുന്നതിന് മുൻപ് അതിന്റെ വെളിച്ചത്തിൽ പോയി കിടന്ന ശമൂവേൽ ബാലൻ രാത്രിയിൽ ശബ്ദം കേൾക്കുന്നു. അവൻ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്ന ശബ്ദം അവന്റെ കാതുകളിലേക്ക് കേൾക്കുകയാണ്. അവൻ ഓടി ഏലിയപ്പച്ചന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അപ്പച്ചാ എന്നെ വിളിച്ചു? അവർ പറഞ്ഞില്ല, വിളിച്ചില്ല. വീണ്ടും പോയി കിടന്നു, വീണ്ടും ശബ്ദം. ഓടി ഏലിയുടെ അടുക്കൽ ചെന്നു. ഏലി പറഞ്ഞു കൊടുത്തു, ഇനിയും അത് കേൾക്കുന്നെങ്കിൽ പറയണോ, അരുളി ചെയ്യണമേ, അടിയൻ കേട്ടുകൊള്ളാം. ഏലിക്ക് മനസ്സിലായി, എന്റെ കാതിൽ കേൾക്കേണ്ട ശബ്ദം എനിക്കിപ്പോൾ കേൾപ്പാൻ കഴിയുന്നില്ല. എന്റെ തലമുറകൾ കേൾക്കേണ്ട ശബ്ദം അവർക്ക് കേൾപ്പാൻ കഴിയുന്നില്ല. ശമൂവേൽ യഹോവയുടെ ശബ്ദം കേൾക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാതുകളിൽ കേൾക്കുന്ന ശബ്ദം എന്താ? ദൈവ ശബ്ദമാണോ നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്? തിരുവചനം പറയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അടുത്തത്, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയെ അറിയുകയാണ്. ഇന്ന് രാത്രി അവന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളുണ്ടോ? നിങ്ങൾ അവനെ അനുഗമിച്ചാൽ അവൻ നിങ്ങളെ അറിയുന്നവനായി തീരും. നിങ്ങൾ കടന്നു പോകുന്ന ഏത് പാതാളത്തിന്റെ വാതിലായാലും ശരി, അവിടെ നിങ്ങളെ അറിഞ്ഞ് കൈപിടിച്ച് നടത്തുവാൻ അവൻ തന്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. എന്താണ് കാതിലേക്ക് കേൾക്കുന്നത്? ശ്രദ്ധയോടെ നോക്കിക്കൊള്ളണമേ വാത്സല്യ ദൈവമക്കളെ.
ആകാത്തത് കേൾക്കുവാൻ കാതുകളെ തുറന്നു കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേമിൽ കടക്കുവാൻ കഴിയാത്തവരുടെ ലിസ്റ്റ് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഭോഷ്ക് പറയുന്നവരും അതിൽ പ്രിയപ്പെടുന്നവരും എന്നൊരു വാക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ ഭോഷ്ക് പറയുന്നവർ? അത് നമുക്കറിയാം, കള്ളം പറയുന്നവരെയാണ് പറയുന്നത്. ആരാണതിൽ പ്രിയപ്പെടുന്നവരെന്ന് പറയുന്നത്? അത് കേൾക്കാൻ താല്പര്യമുള്ളവർ. ചിലർ കള്ളം പറയത്തില്ല, നാട്ടുകാർ പറയുന്ന കള്ളം മുഴുവൻ കേൾക്കും, പിന്നെ അത് കേട്ടിട്ട് അതിനനുസരിച്ചായിരിക്കും വിധി പ്രസ്താവന നടത്തുന്നത്. അരുത്. ഭോഷ്ക് കേൾക്കുവാൻ നാം നമ്മുടെ കാതുകളെ തുറക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കാതുകളും നമ്മുടെ ജീവിതാവസ്ഥകളും ഏത് നിലയിൽ നാം മുൻപോട്ട് പോകുന്നു, വേർപാടുള്ള ദൈവമക്കൾ കാതുകളെ സൂക്ഷിച്ചു കൊള്ളണം. ആകാത്ത ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിലേക്ക് വരാതിരിപ്പാൻ ദൈവമക്കൾ തങ്ങളെ സൂക്ഷിക്കണം. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അടുത്തൊരു കാര്യത്തെ ഓർപ്പിക്കുകയാണ്. സൂക്ഷിച്ചു കൊള്ളണം. വായിച്ചോട്ട് റോമാലേഖനം 16-ാം അധ്യായം 17-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഇടർച്ചകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ചിന്തിക്കുന്നതിൽ നല്ലത് ഇടർച്ചകൾ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളൊരു ഭാഗം കൂടെ നാം ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇടർച്ചകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം മറ്റുള്ളവരുടെ പോരായ്മകളും ബലഹീനതകളും ഒക്കെ കണ്ടുപിടിക്കുവാൻ നാം വളരെ സന്തുഷ്ടരാ. എന്നാൽ എന്നിലത് വേണ്ട എന്നുള്ള തീരുമാനത്തോടെ നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് നയിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇടർച്ചകളും ദ്വന്ദ്പക്ഷങ്ങളും കേട്ട ഉപദേശത്തിന് വിരോധമായി ഇടർച്ചകളും ദ്വന്ദ്പക്ഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം നമ്മെ സൂക്ഷിച്ചു കൊള്ളണം. വളരെ ശ്രദ്ധിക്കണം. വേർപാടിൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഇടർച്ചകൾ ദൈവമക്കൾ വേർപെട്ടിരുന്നു കൊള്ളണം. ദ്വന്ദ്പക്ഷങ്ങളും ഭിന്നതകളും ഉണ്ടാക്കാതെ ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ സൂക്ഷിക്കണം. അത് വേർപാടിൻ ജീവിതത്തിൽ കാണപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം ഇസ്രായേലിനോട് പറയുമ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളോട് അരുളി ചെയ്തത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. പ്രത്യേകാൽ സൂക്ഷിച്ചു കൊള്ളണം. സ്വർഗത്തിലെ ദൈവം നമ്മോട് അരുളി ചെയ്ത വിഷയങ്ങളെ ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ വ്യക്തതയോടെ സൂക്ഷിച്ചു കൊള്ളണം. ദ്വന്ദ്പക്ഷങ്ങളും ഭിന്നതകളും നാം ഉപദേശം കേട്ടവരാണ്, ദൈവത്തിന്റെ ആലോചനകൾ കേട്ടവരാണ്. സത്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തന്നതാണ്. അതിന് വിരോധമായി ദ്വന്ദ്പക്ഷങ്ങൾ. സഭയിൽ പക്ഷങ്ങളാണ്, പലവിധമായ പക്ഷങ്ങൾ. ഓരോരുത്തരുടെ പക്ഷം പിടിക്കുവാൻ പോകുക. കോരിന്ത് സഭയോട് പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പക്ഷങ്ങളുണ്ട്. കേഫാവിന്റെ പക്ഷം, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പല പക്ഷങ്ങൾ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോട് ആത്മീകരോടെന്ന വണ്ണം ഇടപെടുവാൻ കഴിയുന്നില്ല എന്ന് കോരിന്ത് സഭയോട് പരിശുദ്ധാത്മാവിൽ പൗലോസ് ഓർപ്പിക്കുന്നു. ദൈവസഭയിൽ ഒരൊറ്റ പക്ഷമേ ഉള്ളൂ. നമ്മുടെ പക്ഷത്ത് നാം നമ്മുടെ കർത്താവിന്റെ പക്ഷത്തും യേശു നമ്മുടെ പക്ഷത്തുമായിരിക്കണം. കേട്ട ഉപദേശത്തിന് വിരോധമായി ദ്വന്ദ്പക്ഷങ്ങളും ഭിന്നതകളും ഇടർച്ചകളും വരുത്താതെ വണ്ണം ദൈവമക്കൾ വേർപാട് സൂക്ഷിച്ചു കൊള്ളണം. അവസാനമായി ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ പത്രോസ് ശ്ലീഹ അവിടെ മറ്റൊരു കാര്യം ഓർപ്പിക്കുന്നു. അതോടൊന്ന് വായിച്ചാട്ട് 3-ന്റെ 17-ാം വാക്യം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. അതിന് മുമ്പുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ വിശദീകരിച്ച് പറയാനുണ്ട്. പക്ഷേ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക. അധർമ്മികളുടെ വഞ്ചനകളിൽ കുടുങ്ങി. ദൈവത്തിന് സ്തോത്രം. ആകാത്ത കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ഇടപെട്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇന്ന് പലരും അവരവർക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലെല്ലാം ചെന്ന് തലവയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് എവിടാ തലവയ്ക്കേണ്ടെന്ന് അറിയത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിലൊരു പടം വന്ന് ഞാനിത് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നായ ഇങ്ങനെ പോവുകയാ, നായയുടെ തല കാണാനില്ല. അതിങ്ങനെ വെപ്രാളം പിടിച്ചോടുക. നായയുടെ തലയുടെ അറ്റത്തൊരു കുടം, ഒരു അലൂമിനിയം കുടത്തിനകത്ത് പോയി തല കുത്തി കയറ്റി തിരികെ അതിനകത്ത് കയറ്റി അകത്തെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ തല തള്ളി അതിനകത്ത് കയറ്റിയിട്ട് ഇപ്പൊ കുടം തലയെ വെച്ചുകൊണ്ട് ഓടുക. ഊരിക്കളയാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. വേണ്ടാത്തിടത്തെല്ലാം ചെന്ന് തലയിടുന്നവരുണ്ട്. അവർക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും പറയേണ്ടാത്തതുമായ ഇടങ്ങളിൽ വേണ്ടാത്ത വിഷയങ്ങളിലൊക്കെ പോയി ഇടപെട്ടിട്ട് അവസാനം കുടത്തിനകത്ത് തല കയറിയ നായെ പോലെ കുടം കൊണ്ട് ഓടുക. വഴിയറിയ
വഴിയറിയാത്ത മൂടനെ പോലെ നട്ടം തിരിഞ്ഞോടുക. പ്രിയപ്പെട്ടവരെ, ആകാത്ത കാര്യങ്ങൾ ഇടപെട്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി. അടുത്തത്, സ്വന്തം സ്ഥിരത വിട്ടുപോകാതിരിപ്പാൻ സൂക്ഷിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്കൊരു സ്ഥിരത തന്നിട്ടുണ്ട്. നമ്മെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കൈപിടിച്ചുയർത്തി ഒരു പാറമേൽ നമ്മെ കൊണ്ട് നിർത്തി. ആ പാറ നമ്മെ, ഇസ്രായേലിനെ അനുഗമിച്ച പാറ, വെള്ളം പുറപ്പെടുവിച്ചു തന്ന പാറ, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയാകുന്ന യേശുവിൽ നമ്മുടെ പാദങ്ങൾ നിർത്തിയിട്ട് നമ്മുടെ ഗമനവും ആഗമനവും അവൻ സ്ഥിരമാക്കി തന്നപ്പോൾ ഒരു ദൈവ പൈതൽ അവിടെ തന്നെ നിൽക്കണം. സ്വന്തം സ്ഥിരത വിട്ടുള്ള കളികൾക്കൊന്നും പോകരുത്. നിന്റെ ആത്മീക ജീവിതത്തിന് നാശത്തിന് വേണ്ട കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാൻ പോകരുതെന്നർത്ഥം. ദൈവത്തിന് സ്തോത്രം. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്വന്തം സ്ഥിരത വിട്ടുപോകുവാനുള്ള ഒരുപാട് ഉപാധികൾ നമ്മുടെ മുൻപിലുണ്ട്. ഒരുപാട് വഴികൾ, സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിലൂടെ തന്നെ നമ്മുടെ സ്ഥിരതയെ നമുക്ക് നശിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കൊള്ളണം. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിയിട്ട് സ്വന്തം സ്ഥിരത വിട്ടുപോകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിന്റെ ജീവിതത്തിൽ നീ സൂക്ഷ്മതയോടെ വെക്കണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പാദങ്ങൾ നീതികേടിലേക്ക് തിരിയാതെ വണ്ണം നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്ത് കലഹത്തിന്റെ ആത്മാവിൽ ജീവിക്കാതിരിപ്പാൻ ശ്രദ്ധിച്ചു കൊള്ളണം. സകല ദ്രവ്യാഗ്രഹവും വിട്ട് ഒഴിഞ്ഞു പോകുവാൻ സൂക്ഷിക്കണം. പരിച്ഛേദനയുള്ള കാതുകളായി കേൾക്കേണ്ടത് മാത്രം കേൾക്കുവാൻ, ആകാത്ത ശബ്ദവീഥികൾ കാതുകൾക്കുള്ളിലേക്ക് കടത്തിവിടാതെ കാതുകളെ പരിച്ഛേദനയോടുകൂടെ സൂക്ഷിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. കേട്ട ഉപദേശത്തിനൊത്തവണ്ണം ജീവിക്കാതെ ദൈവസഭയിൽ ദ്വന്ദ്വപക്ഷങ്ങളും ഭിന്നതകളും ഉണ്ടാക്കി ജീവിതത്തെ നശിപ്പിക്കാതിരിപ്പാൻ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഏറ്റവും ഒടുവിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിയിട്ട് സ്വന്തം സ്ഥിരത വിട്ടുപോകാതിരിപ്പാൻ വളരെ കരുതലോടുകൂടെ നാം യാത്ര ചെയ്യണം. എന്താണ് ദൈവവചനം പറഞ്ഞത്? വേർപെട്ട ജീവിതത്താൽ നമുക്ക് ആ ഒരു തേജസ്സിനെ പ്രാപിപ്പാൻ കഴിയൂ. തേജസ്സിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവർ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. അതിനെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യണം. ദൈവത്തിന്റെ സഭ, ദൈവമക്കൾ തങ്ങളുടെ ആത്മീക ജീവിത യാത്രയിൽ ആകാത്തവയെ ഉപേക്ഷിച്ച് ക്രിസ്തീയ ജീവിതം ചെയ്യുന്നവരായി തീരട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ എപ്രകാരം ഈ തേജസ് എപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് ചോദിച്ചാൽ തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം കൊണ്ടുവരുമ്പോൾ തിരുവചനം പറയുന്നു, എപ്പോഴാകുന്നു ഈ തേജസ്സിന്റെ അനുഭവം നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്? വായിക്കാം. 1 പത്രോസ് 5-ന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എപ്പോൾ ഇത് പ്രാപിക്കുമെന്ന് ചോദിച്ചാൽ തിരുവെഴുത്ത് പറയുന്നു, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ when the chief shepherd shall appear, he shall receive the crown of glory. തേജസ്സിന്റെ ആ കിരീടം പ്രാപിക്കും. എപ്പോൾ? ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടും. ചീഫ് ഷെപ്പേർഡ്. നമുക്കൊരു നല്ല ഇടയനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ശ്രേഷ്ഠ ഇടയനുണ്ട്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എപ്പോഴാകുന്നു ഈ തേജസ് എനിക്ക് കിട്ടുന്നത്, നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ ഇടയശ്രേഷ്ഠൻ? കർത്താവായ യേശു ക്രിസ്തു, മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് ലോകത്തിൽ വന്നവൻ. 33.5 തിരുവയസ്സ് ജീവിച്ച് ശരീരം നമുക്ക് വേണ്ടി നൽകി, രക്തം നമുക്ക് വേണ്ടി നൽകി, അവന്റെ ശരീരം ഒരു തിരശീല പോലെ കീറി തന്നിട്ട് അവന്റെ പ്രാണൻ അകർത്തിയാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിലിരിക്കുന്ന യേശു മടങ്ങി വരും. സ്തോത്രം. അവന്റെ മടങ്ങി വരവിങ്കൽ ദൈവഭക്തന്മാരുടെ തേജസ്സിന്റെ ആ പ്രത്യാശയിലേക്ക് അവർ പോകുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആ പ്രാപിപ്പാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ഭക്തൻ ഇങ്ങനെ പാടി,
നാം പ്രാപിപ്പാനുള്ള തേജസ്സതോർത്താൽ ഈ ലോക കഷ്ടങ്ങളെല്ലാം മറക്കാം. നാം പ്രാപിപ്പാനുള്ള തേജസ്സതോർത്താൽ ഈ ലോക കഷ്ടങ്ങളെല്ലാം ഇനി അല്പകാലം ഈ യാത്ര തീരാൻ കർത്താവിതാ വേഗം വെളിപ്പെടാറാ. ഇനി അല്പകാലം ഈ യാത്ര തീരാൻ കർത്താവിതാ വേഗം വെളിപ്പെടാറായി. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം അവർ പ്രാപിക്കും. ആര്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് ഓർപ്പിക്കുന്ന ആ സമൂഹം അത് പ്രാപിപ്പാൻ പോകുന്നത് നമ്മുടെ ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുന്ന നേരത്താകുന്നു. ദൈവത്തിന് സ്തോത്രം. എപ്പോഴത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവരുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 1:7 വാക്യത്തിൽ വായിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. 1:7 വാക്യം വായിച്ചാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. വായിച്ചാണ്. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. ആമേൻ കർത്താവായ യേശുവേ വരേണമേ. വെളിപ്പാട് പുസ്തകം ഇതാ വരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി, ഇതാ വരണമേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആത്മമണവാളൻ വരുമെന്ന് പറയുമ്പോ മണവാട്ടി കാന്ത ഭൂമിയിൽ ഇരുന്നിട്ട് പറയുക, ആമേൻ കർത്താവേ വരണമേ. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കളുടെ വായിൽ ഉയർന്നു കേൾക്കേണ്ട ശബ്ദം, എന്റെ കർത്താവേ ഇടയശ്രേഷ്ഠ, അങ്ങ് നിമിത്തം ഞങ്ങൾ ലഭിക്കേണ്ട തേജസ് ഞങ്ങൾക്ക് തരുവാൻ, ആ തേജസ്സിന്റെ വാടാത്ത കിരീടം ഞങ്ങൾ പ്രാപിക്കുവാൻ വേഗം വരണമേ എന്ന് പറയുവാൻ എത്ര ദൈവമക്കൾക്ക് താല്പര്യമുണ്ട്. ഒരു ഹല്ലേലൂയ പറയിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. യേശുവേ വരണമേ എന്ന് പറയുവാൻ കഴിയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ സന്തോഷത്തോടെന്ന് പറഞ്ഞാട്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷത്തോടാണോ പറഞ്ഞേ അതോ ഗതികേട് കൊണ്ട് പറഞ്ഞതാണോ? ദൈവത്തിന് സ്തോത്രം. കാരണം പഞ്ചവത്സര പദ്ധതി പോലെ ലോൺ എടുത്ത് വീട് വെച്ച് പിന്നെ 15 വർഷം കൊണ്ട് അടയ്ക്കാനുള്ള വണ്ടിയുടെ ലോൺ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ എൻ്റെ ഈശോയെ പെട്ടെന്ന് ഇങ്ങ് വരാൻ ഞാൻ പറയുന്നത്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. ഇത് മണവാട്ടിയുടെ വായിൽ കാന്തയുടെ വായിൽ ഉയർന്നു കേൾക്കേണ്ട ശബ്ദം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കൾ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ വാക്കുകൾ എഴുതി ചേർത്ത് വച്ചാട്ട്, യേശു മടങ്ങി വരൂ. അന്ന് നാം അവന്റെ തേജസ്സിനെ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ആ തേജസ്സിനെ പ്രാപിക്കാതെ വണ്ണം നാം തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്താകുന്നു നാം ചെയ്യേണ്ടത്? യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിനും അവനിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിക്കണം. തിരുവചനം പറയുന്നു, കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിനും അവന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകേണ്ടതിനും അവനിൽ വസിപ്പീൻ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം, ഞാൻ എൻ്റെ യേശുവിൽ വസിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തേജസ്സിനെ പ്രാപിക്കണമെങ്കിൽ എപ്പോൾ അത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അത് ലഭിക്കും. എങ്ങനെ ലഭിക്കും? അവന്റെ മുമ്പിൽ തന്റെ ഇടത്തോടെ പോയി നിൽക്കണം. അവന്റെ മുമ്പിൽ ലജ്ജിതരാകാതെ നിൽക്കുവാൻ കഴിയണമോ? അവനിൽ വസിക്കുവാനിടയാകണോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനയുടെ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വായിച്ചാട്ട് 15-ന്റെ 4-ാമത്തെ വാക്യം. എന്നിൽ വസിപ്പീൻ,
ഞാൻ നിങ്ങളിലും വസിക്കും. ആ. കൊമ്പിന് മുന്തിരി എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇന്ന് രാത്രി തീരുമാനമുണ്ടാകട്ടെ, ഞാൻ എൻ്റെ യേശുവിൽ വസിക്കും. എവിടെയാ വസിക്കുന്നത്? നിങ്ങൾ ഇന്ന് രാത്രി വസിക്കുന്നത് എവിടെയാ? സ്വന്തം ഇഷ്ടത്തിലാണോ? സ്വന്തം പ്ലാനുകളിലാണോ? നിങ്ങളുടെ സ്വന്തം മോഹങ്ങളിലാണോ വസിക്കുന്നത്? ഇന്ന് രാത്രി തീരുമാനിക്കുക, യേശുവിൽ ഞാൻ വസിക്കും. ഒരുപക്ഷെ പാരമ്പര്യമുള്ള പെന്തക്കോസ്ത് വിശ്വാസിയായിരിക്കുക. നീ പാരമ്പര്യത്തിലാണോ വസിക്കുന്നത്? 57 വർഷമായി ഞാൻ വിശ്വാസത്തിൽ നിന്നു എന്ന് പറയുന്ന പാരമ്പര്യത്തിൽ വസിക്കാതെ യേശുവിൽ ഒറ്റ ദിവസം മരിച്ചിട്ട് നാളെ മരിച്ചോ, കർത്താവിന്റെ മുമ്പിൽ തന്റെ ഇടത്തോടെ പോയി നിൽക്കാം. എത്ര പേർക്ക് ആ ആഗ്രഹമുണ്ട്? ലോകത്തിൽ എനിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും, ലോകത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് എൻ്റെ യേശുവിൽ വസിച്ചാൽ മതി എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ തീരുമാനമുള്ള എത്ര ദൈവമക്കളുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങൾ വരാം, ഭാരങ്ങൾ വന്നേക്കാം, ഇല്ലായ്മകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം. ബുദ്ധിക്കനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വളർന്നെത്തുവാൻ, പലയിടത്തും എത്തപ്പെടുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഇന്ന് രാത്രി പറയാമോ, എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ യേശു കർത്താവിൽ എനിക്ക് വസിച്ചാൽ മതി. എൻ്റെ യേശു ഒരു ദിനം വരുമ്പോൾ യേശുവിന്റെ മുൻപാകെ എൻ്റെ മുഖം ലജ്ജിക്കാതിരിക്കേണ്ടതിന്, എൻ്റെ യേശുവിന്റെ മുമ്പിൽ ഞാൻ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് തിരുവചനം പറയുന്നു, എന്നിൽ വസിപ്പേ. അവന്റെ മുൻപാകെ നിങ്ങൾ ലജ്ജിക്കാതിരിക്കേണ്ടതിന്, അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യമുണ്ടാകേണ്ടതിന് എന്നിൽ വസിപ്പീനെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നല്ലോ. ഇന്ന് രാത്രി അവനിൽ വസിക്കാമോ? യേശു കർത്താവ് ലോകത്തിൽ തന്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഐ ആം ദ ട്രൂ വൈൻ. ഞാനാണ് യഥാർത്ഥ മുന്തിരിവള്ളി. എന്നിൽ വസിക്കാമോ? ഞാൻ നിങ്ങളിലും വസിക്കാം. അടുത്തത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്പാൻ സാധിക്കുകയില്ല. യഥാർത്ഥ മുന്തിരിവള്ളി നമ്മുടെ യേശുവാണെങ്കിൽ അതിൽ ഫലങ്ങൾ നിറഞ്ഞു വരേണ്ട കൊമ്പുകൾ ഞാനും നിങ്ങളുമാ. യേശുവല്ല ഫലം കായ്ക്കുന്നത്, യേശുവിൽ വസിക്കുന്ന കൊമ്പുകളായ നമ്മിലൂടെയാകുന്നു യേശുവിന്റെ സ്വഭാവങ്ങളാകുന്ന ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങളാകുന്ന സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്തിന്റെ പാരമ്പര്യം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം. യേശുവിന്റെ സ്വഭാവം, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ഒരു കൊമ്പിൽ ഒരു മുന്തിരിപ്പഴം ഉണ്ടായി നിൽക്കുന്നത് പോലെ എന്റെ യേശുവിന്റെ സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? യേശുവിന്റെ സ്വഭാവം. കഴിഞ്ഞ ചൊവ്വാഴ്ച ദുബായ് കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ട് പാസ്റ്റർ ആൻഡ്രൂ ഭാഗ്യനാഥൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് താൻ വീണ് മരിക്കുമ്പോൾ അതിനു മുൻപ് താൻ സഭയെ പ്രബോധിപ്പിച്ചത് യേശുവിന്റെ സ്വഭാവത്തിലേക്ക് വളർത്തപ്പെടണം എന്ന് ജനത്തെ പ്രബോധിപ്പിച്ചുകൊണ്ട് താൻ തന്റെ ശുശ്രൂഷ അവിടെ നിന്ന് അവസാനിപ്പിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുക, ഒരു ദിവസമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും, ഒരൊറ്റ സെക്കൻഡെങ്കിലും യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ച് അവന് വേണ്ട ഫലങ്ങൾ കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ പ്രതിഷ്ഠിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്കൊന്നും ആകണ്ട. കർത്താവിന്റെ വേലക്കാരായാലും ദൈവമക്കളായിരുന്നാലും ലോകം തരുന്നതൊന്നും നമുക്ക് വേണ്ട ദൈവമക്കളെ. അതെല്ലാം വിട്ടിട്ട് നാം പോകേണ്ടതല്ലയോ? എന്നാൽ യേശുവിന്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തി എഴുതുന്ന ഭക്തന്മാരെ, നിങ്ങൾ നിത്യതയിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ സ്വഭാവമായിരിക്കും നിങ്ങളെ പിന്തുടരുന്നത്, ആ പ്രവൃത്തിയായിരിക്കും നിങ്ങളെ പിന്തുടരുന്നത്. തിരുവചനം പറയുന്നു, പ്രവൃത്തി അവരെ പിന്തുടരുമെന്ന്. ലോകത്തിൽ ആര് നമ്മളെ പിന്തുടരും? മരണത്തോടുകൂടല്ലേ സകലതും അവസാനിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പ്രവൃത്തി മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ നീതിസാരത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകം പറയുന്നുണ്ട്, അർത്ഥം ഗ്രഹേ നിവർത്തന്തി ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ജൈവഗച്ഛന്തം അനുഗച്ഛതി. അർത്ഥം ഗ്രഹേ നിവർത്തന്തി. അർത്ഥം ധനം. ധനം വീട് കൊണ്ടുപോകും. ഇന്നൊരാൾ മരിച്ചാൽ മരണം കഴിഞ്ഞ് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ശവക്കോട്ടയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും തന്നുവിടും ഒരു 10,000 രൂപ. വല്യപ്പൻ ഇത്രയൊക്കെ അധ്വാനിച്ച് ഞങ്ങൾക്ക് തന്നല്ലോ, അപ്പച്ച കട്ടൻ കാപ്പി കുടിക്കാൻ ഒരു 10,000 രൂപ വെച്ചോ വെക്കുവോ? ഇനി അബദ്ധവശ വെച്ചാൽ കൊച്ചുമോൻ അന്ന് രാത്രി സ്ലാവ് പൊട്ടിച്ച് 10,000 രൂപ അടിച്ചുകൊണ്ട് പോകും. ഉറപ്പാണ്, യാതൊരു തർക്കവും ഇല്ല. കൊടുക്കുകയില്ലെന്ന് ഇല്ല. വീട് വിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഉടുതുണി കിട്ടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ അതും ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് പോകാനേ പറ്റൂ. അതിനപ്പുറത്ത് മറ്റൊന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സൗജന്യം തരുന്നത് വാങ്ങാനേ പറ്റൂ. അർത്ഥം വീട് കൊണ്ട് തീരും. അടുത്തത് ശ്മശാനേ പുത്രബാന്ധവ. ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, വീട്ടുകാരെല്ലാവരും കൂടെ കണ്ടിട്ടില്ലേ സെമിത്തേരിയുടെ അടുക്കൽ? ചിലർ താടിക്ക്, ചിലർ നടുവിന്, ചിലർ തലയ്ക്ക് ഒക്കെ കയ്യും പിടിച്ചുകൊണ്ട് അവിടെ ഒരു നെപ്പുണ്ട്. ദൈവത്തിന് സ്വോത്രം. എപ്പോൾ വരെ നിൽക്കുമെന്ന് അറിയാമോ? അവസാനം മണ്ണ് വാരി ഒരു ഏറുണ്ട്, കണ്ടിട്ടില്ലേ? ദൈവത്തിന് സ്വോത്രം. എന്നെ അക്കരെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ മണ്ണിന് ദാനം ചെയ്യുന്നെന്ന് പറഞ്ഞ് ശുശ്രൂഷകൻ മണ്ണിടുമ്പോൾ പോകാൻ നേരത്ത് ഇവരെല്ലാം കൂടെ കൂടി വന്നിട്ട് മണ്ണ് വാരി എറിയുക. ജീവിച്ചിരുന്നപ്പോഴും എറിയാൻ പറ്റില്ല, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് തോമായുടെ മൂക്കിലോട്ട് മണ്ണും വാരി എറിഞ്ഞേച്ച് ഒരു പോക്കുണ്ടെന്നൊരു അന്യായമാണെന്ന് പറ.
യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നു കയറിയ ഒരു കാര്യമാണ്. അവർ പുഷ്പങ്ങൾ കൊണ്ട് ശവശരീരത്തിന്റെ മേളിലിടുമായിരുന്നു. ഇന്ന് അത് കിട്ടാത്തപ്പോൾ ഇപ്പോ മണൽ വാരിയിടുമായിരുന്നു, മണ്ണ് വാരിയിടും. പണ്ട് കുഴിക്കരയിൽ പോയി എന്നിട്ട് മണ്ണ് വാരിയിടും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം സെല്ലാറായി കഴിഞ്ഞപ്പോൾ റിവർ സാൻഡ്, പുഴമണൽ വാരിയിടും. ഇപ്പൊ അതൊക്കെ പോയി ഇപ്പൊ പാറപ്പൊടിയേ ഉള്ളൂ. പാറപ്പൊടി വാരി ആ പിടിച്ചോ എന്ന് പറഞ്ഞ്, വേണേ പിടിച്ചോ തോമായി എന്ന് പറഞ്ഞ് വാരിയിട്ടിട്ട് അപ്പുറത്ത് മാറ്റി ഷെഡിനകത്ത് ഇത് വെച്ചിട്ടുണ്ട്, പൊതിയും കാപ്പിയും. അതും കൂടെ വാങ്ങിച്ച് എല്ലാം 7 പൊതിയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരില്ലേ. സെമിത്തേരി ഇന്ന് പോകുമ്പോൾ 7 പൊതി, 2 എണ്ണം കഴിക്കാനും 3 എണ്ണം വണ്ടിയെ വെക്കാനും. ഇതെല്ലാം കൂടെ വാങ്ങി ഏതായാലും അവറാച്ചാന്റെ നാമത്തിൽ 2 പൊതിയുടെ അവസാനം കിട്ടിയ 2 പൊതിയും ആ പഴമൊക്കെ ഒരു കടി കടിച്ച് മുറിച്ചിട്ട് വീട്ടിലേക്കൊരു പോക്കുണ്ട്. ഇത്രയേ ഉള്ളൂ. ബന്ധുമിത്രാദികളൊക്കെ ഇവിടം കൊണ്ട് തീരുമ്പോ ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി ഒറ്റയ്ക്കായി ഇരുട്ടത്ത് ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നോടൊരു സമ്പന്നൻ ധനികനായ ഒരു മനുഷ്യൻ എന്നോട് സംസാരിച്ച് പറയാ, അച്ഛാ പാസ്റ്ററേ, മരിച്ചു കഴിയുമ്പോൾ അന്ന് രാത്രി ഒറ്റയ്ക്കായി ഇരുട്ടത്ത് കിടക്കുന്ന കിടപ്പ് എൻ്റെ അച്ചോ ഒരു വല്ലാത്ത അവസ്ഥയാ. ദൈവത്തിന് സ്തോത്രം. 1 മുതൽ ഒറ്റയ്ക്കാ, പിന്നെ ആരും കൂടില്ല. സ്വഭാവം നമ്മെ ഫോളോ ചെയ്യും, നമ്മുടെ പ്രവർത്തികൾ ഫോളോ ചെയ്യും. ആകയാൽ 1000 വർഷം ജീവിച്ചില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, ആദാമിനെ പോലെ 930 വർഷം കിട്ടിയില്ലെങ്കിലും, ദൈവത്തിന് മെഥൂശലേഹിനെ പോലെ 969 കിട്ടിയില്ലെങ്കിലും, ഒറ്റ ദിവസമേ നാളെ നമ്മുടെ മുൻപിലുള്ളെങ്കിൽ ഇന്ന് രാത്രി യേശുവാകുന്ന മുന്തിരി വള്ളിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ ഫലം കായ്ക്കുന്ന ഒരു കൊമ്പായി ഒറ്റ രാത്രി ജീവിച്ചിട്ട് മരിച്ചാൽ നല്ലത് ദൈവമക്കളെ. അതിനപ്പുറത്തെ ഭൂമിയിൽ നമുക്ക് എന്ത് കിട്ടാൻ, എന്ത് കൊണ്ടുപോകാനാണ് ഇവിടുന്ന്? ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ലോകം നമുക്കൊന്നും തന്നുവിടത്തില്ലെന്ന് കൂടെ പഠിച്ചുകൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഓർത്തുകൊള്ളണം, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപാകെ ലജ്ജിക്കാതെ നിൽക്കണമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ലജ്ജിക്കാതെ നിൽക്കണമെങ്കിൽ അവനിൽ വസിക്കണം. ഒരുപക്ഷെ കർത്താവിനോട് ചേർന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്ഷിപ്പാൻ ആഹാരമോ ധരിപ്പാൻ വസ്ത്രമോ പാർപ്പിട സൗകര്യങ്ങളോ ഭൗതിക നന്മകൾക്കോ കുറവ് വന്നാൽ അതെല്ലാം നൽകി തന്ന് നമ്മെ നടത്തുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ക്ലേശിതരാകേണ്ട, ഭാരപ്പെടേണ്ട. നിങ്ങൾ ആ കൊമ്പിലോട്ട് പോയി ഒന്ന് വസിച്ചാട്ട്. കരയുന്ന കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന ദൈവമുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവീ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കാതിരിക്കുമ്പോൾ ദൈവം അവയെ പോറ്റുന്നില്ലേ? സമുദ്രത്തിൽ ചലിക്കുന്ന കോടിക്കണക്കിന് മത്സ്യങ്ങൾക്ക്, ജലജന്തുക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരു നീലത്തിമിംഗലം, ലോകത്തിലെ ജീവനുള്ള ജന്തുക്കളുടെ ഏറ്റവും വലുത് നീലത്തിമിംഗലം എന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനൊരു ദിവസം അതിന്റെ ഒരു കുഞ്ഞിന് ഒരു ദിവസം ഏതാണ്ട് 600 ലിറ്റർ പാൽ, എൻ്റെ ബുക്കിൽ വായിച്ചതാ, ശരിയോ തെറ്റോ എന്നറിയത്തില്ല, ഒരിക്കൽ ഒരു ഡൈജസ്റ്റിനകത്ത് വായിച്ചതാണ്. 600 ലിറ്റർ പാൽ അതിന്റെ കുഞ്ഞിന് ഒരു ദിവസം വേണമെന്ന്. 600 ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ കൺവെൻഷൻ നടത്താം. പിന്നെ ഒരു തിമിംഗലത്തിന്റെ കുഞ്ഞിന് ഒരൊറ്റ ദിവസം 600 ലിറ്റർ പാല് വേണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്ര ലിറ്റർ വേണം? ഈ ലോകത്ത് എത്ര ലിറ്റർ? ഒരു നാഴി പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി അമ്മയും മരുമോളും കൂടെ കൂടി അടിയും പിടിയും വലിയ അവസാനം പാലും കപ്പ് പൊട്ടി താഴെ എല്ലാം കൂടെ റോഡിൽ കൂടെ ഒഴുകുന്ന അവസ്ഥയായി ഇന്നത്തെ ലോകം. ഒരു നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞിന് അത്ര ആഹാരം അത് സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നില്ലേ? ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ഒരു നീലത്തിമിംഗലം ഏതാണ്ട് 60 മീറ്റർ നീളം, ഈ ഹോളിനേക്കാൾ ഇതിന്റെ ഒരു 3 ഇരട്ടി നീളമുള്ള ഒരു നീലത്തിമിംഗലം, ഏതാണ്ട് 180-200 അടി നീളമുള്ള ഒരു നീലത്തിമിംഗലത്തിന് ഒരു ദിവസത്തെ ആഹാരം 50 ടണ്ണാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്താ വേണം? 50 ടൺ മത്സ്യം. ക്രില്ലെന്ന് പറയുന്ന ചെമ്മീൻ വിഭാഗത്തിൽപ്പെട്ട ഈ മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് വെള്ളത്തിൽ കിടക്കുമ്പോ നീലത്തിമെങ്കിൽ അതേക്കാൾ വായും തുറന്ന് ഇങ്ങനെ ഒരു പോക്കങ്ങ് പോകും. 50 ടൺ ആഹാരം എത്രയെന്നറിയോ? 50,000 കിലോ. നമ്മൾ 1 കിലോ ചാള വാങ്ങിച്ചാൽ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആദ്യത്തെ ദിവസം തല, 2-ാം ദിവസം വാല്, 3-ാം ദിവസം വാലിന്റെ പാതി, 4-ാം ദിവസം വയറും പാതി, ഇത്രയും കൂടെ കൂടി ഒരാഴ്ച നമ്മൾ 1.5 കിലോ ചാള അടിച്ച് അതിന്റെ നാറ്റം കൊണ്ട് ഗ്ലാസ് വരെ നാറ്റിച്ച് നമ്മുടെ വീട് നമ്മളൊരു പരുവമാക്കും. എന്നാൽ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ജന്തുക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പോറ്റുന്ന ഒരു ദൈവമുണ്ടേ. ഈ ലോകത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുവാകുന്ന മുന്തിരി വള്ളിയിൽ പോയി വസിച്ച് ഒരു കൊമ്പായി ഒറ്റ ദിവസം ജീവിക്ക്. നിനക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം തരും. ഭക്തനൊരിക്കൽ ഇങ്ങനെ പാടിയില്ലേ? കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവർ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവർ. കാട്ടിലെ മൃഗങ്ങൾ
ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ ആറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ. ഓ എന്റെ ദൈവം എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിയിടുന്ന ആമേൻ. കല്യാണശാലയിൽ എന്നെ അറിയാവുന്ന ചേർന്നൊന്ന് പാടിയാട്ടെ. ഒക്കെയും തീർത്തിയിടുന്ന ഓ ശീഘ്രം വരും എന്റെ കാന്തൻ ഉല്ലാസമായി ബഹുകാലം വാഴാം. ഓ ശീഘ്രം വരും എന്റെ കാന്തൻ വരും ഉല്ലാസമായി ബഹുകാലം വാഴാം. ഓ എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ഓ എന്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ലോകത്തിലെ ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നവൻ അവയെക്കാൾ എത്രയോ ചെറുത്. നമുക്ക് എന്ത് വേണം ഒരു ദിവസം? ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം നമുക്ക് എന്തോ വേണം? 1 കിലോ അരിയുടെ ചോറ് പോലും നമുക്ക് ഉണ്ണാൻ പറ്റില്ല. വേണ്ട ആഹാരം നിന്റെ മുമ്പിൽ കൊണ്ട് തരുന്നവൻ, ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനങ്ങൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് ദാനം ചെയ്യുന്നവനാ. ലോകത്തിൽ നിനക്കൊന്നുമാകാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവെന്നെ ഓർപ്പിച്ചതുകൊണ്ട് പറയാ, ഒറ്റ ദിവസമെങ്കിൽ ഒറ്റ ദിവസം, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നല്ല മുന്തിരിവള്ളിയാകുന്ന യേശുവിൻ ഒരു കൊമ്പായി പോയി ഒട്ടിച്ചേർന്ന് നിന്നിട്ട് യേശുവിന് വേണ്ടി ഒരൊറ്റ ഫലമെങ്കിലും കായ്ച്ചിട്ട് ലോകത്തോട് നമുക്ക് വിട കൊള്ളാൻ. പ്രിയപ്പെട്ടവരെ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കൂ. എങ്ങനെയാണ് അവനിൽ വസിപ്പാൻ കഴിയുന്നത്? 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിപ്പീനെന്ന. ദൈവത്തിന് സ്തോത്രം. യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് യേശുവിനെ കാണാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമ്മൾ യെരൂശലേമിലോ ബേത്ലഹേമിലോ ബെത്സൈദായിലോ ബെഥെസ്ദായിലോ എവിടെങ്കിലും പോയിട്ട് യേശുവിന്റെ തോളെ കയറി ഇരിക്കാനല്ല അതിന്റെ അർത്ഥം. അവന്റെ സ്നേഹത്തിൽ വസിക്കണം. എങ്ങനെയാണ് ഒരുവൻ യേശുവിൽ വസിക്കുന്നത്? അവൻ ഇവിടെ ശേഷിപ്പിച്ചിട്ട് പോയ അവന്റെ സ്വഭാവങ്ങളിൽ, അവന്റെ സ്നേഹത്തിൽ വസിക്കണം. യേശുവിന്റെ രൂപം നിങ്ങൾക്കൊന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും യേശുവിന്റെ രൂപം അറിയാമെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാണ്. യേശുവിന്റെ രൂപം, അയ്യോ യേശുവിന്റെ രൂപം ആർക്കും അറിയത്തില്ലയോ? ദൈവത്തിന് ഡാവിഞ്ചി വരച്ച നീളമുള്ള താടിയും നല്ല നിലയങ്കിയും ധരിച്ച് 6 അടി പൊക്കമുള്ള വെളുത്തു സുമുഖനും സുന്ദരനുമായ വിവാഹ പരസ്യം കൊടുക്കുന്ന പോലെയുള്ള ആ രൂപമല്ല എൻ്റെ യേശുവിൻ്റെത്. എൻ്റെ യേശുവിന്റെ രൂപം എന്തെന്നറിയാമോ? പൗലോസ് ശ്ലീഹ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വേർതിരിച്ച് സ്നേഹത്തിന്റെ സ്വരൂപമായ പുത്രന്റെ രാജ്യം. അവന്റെ രൂപം എന്തെന്നറിയാമോ? താടിയും മുടിയും നീട്ടി വളർത്തി ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പുരുഷന്റെ രൂപമല്ല എന്റെ യേശുവിന്റെ രൂപം. എന്റെ യേശുവിന്റെ രൂപം സ്നേഹമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? തിരുവചനം പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. പിതാവായ ദൈവം സ്നേഹമാണെങ്കിൽ അദർശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, അദർശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്ന ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത് സ്നേഹത്തിന്റെ രൂപമായിട്ടാകുന്നു. ആകയാൽ അവന്റെ സ്നേഹമാകുന്ന രൂപത്തിൽ വസിച്ചാട്ട് ദൈവമക്കളെ, നാം വസിക്കേണ്ടത് അവന്റെ സ്നേഹത്തിലാകുന്നു. യേശുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ സ്നേഹത്തിൽ വസിക്കുക. എങ്ങനെ അവന്റെ സ്നേഹത്തിൽ വസിക്കുക? യോഹന്നാൻ 15-10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്റെ പിതാവിൽ വസിച്ചതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ
നിന്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വസിക്കാം, എന്റെ സ്നേഹത്തിൽ വസിക്കാം. ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ. അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാൻ ഒറ്റ മാർഗം, അവനിൽ വസിക്കുക. അവനിൽ വസിക്കുവാനുള്ള മാർഗം പിതാവിന്റെ കൽപ്പന പുത്രൻ ഏറ്റെടുത്ത് ചെയ്തതുപോലെ, അവനിൽ പിതാവിൽ പുത്രൻ വസിച്ചതുപോലെ പുത്രന്റെ കൽപ്പനകളെ ഏറ്റെടുത്ത് നാം ജീവിച്ചാൽ അവനിൽ വസിപ്പാൻ കഴിയും. അവന്റെ കൽപ്പനകളെ ഏറ്റാട്ട്. എന്താണ് അവന്റെ കൽപ്പന? മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുകയാ. സ്നാനം ദൈവത്തിന്റെ ആലോചനയും അവന്റെ കൽപ്പനയുമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതൊരു പ്രമാണം പോലെ ദൈവം മനുഷ്യന്റെ മുന്നിൽ കൊടുക്കുകയാ. വേർപെട്ടിരിപ്പാൻ ദൈവം കൽപ്പിക്കുകയാ. അവന്റെ കൽപ്പനകൾ ഏറ്റെടുത്ത് അവനിൽ വസിപ്പാൻ കഴിയും എന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവനിൽ വസിപ്പാനുള്ള മാർഗത്തിന്റെ അടുത്ത ഭാഗം എന്താണ്? യോഹന്നാന്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ആദ്യം മുതൽ കേട്ടത്. അപ്പൊ ചോദിക്കുക, എന്നെ ആദ്യം മുതൽ കേട്ടത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. എന്താണ് ഈ ആദ്യം മുതൽ കേട്ടത്? ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദമാകുന്നു, വചനമാകുന്ന ശബ്ദം ഇന്ന് ജഡം ധരിച്ച് ഭൂതലത്തിൽ വന്നതാണ് യേശു എന്ന് പറയുന്നത്. തിയോസാകുന്ന സൃഷ്ടിപ്പിൻ ദൈവത്തിന്റെ സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുവാൻ ലോഗോസാകുന്ന പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. സൃഷ്ടിപ്പിൻ വചനം, തിയോസാകുന്ന സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിൻ വചനമാകുന്ന ലോഗോസായി പുത്രൻ ലോകത്തിലേക്ക് വന്നു. അതാ ദൈവശാസ്ത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒന്ന് തിയോസായ ദൈവം, അത് സൃഷ്ടിപ്പിന്റെ ദൈവമാകുന്നു. ലോഗോസ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിന്റെ വചനമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ പ്രാരംഭ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡവതാരമെടുത്ത് നമ്മുടെ ഇടയിൽ വന്നു. തിയോസിനോടുകൂടെ ഉണ്ടായിരുന്ന ലോഗോസ്, സൃഷ്ടിപ്പിൻ വചനമായിരുന്നവൻ, കൃപയും സത്യവും നിറഞ്ഞ് ജഡവതാരമെടുത്ത് ഭൂതലത്തിൽ വന്നപ്പോൾ നാം ഈശോയെ കാണുവാൻ, യേശുവിനെ കാണുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് പറയുന്നത്, ആദ്യം മുതലുള്ളത് കേട്ടത് നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നിൽ വസിക്കുക. എന്താണ് ഈ ആദ്യം മുതലുള്ളത്? ദൈവത്തിന്റെ വചനം, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. അല്പം കൂടി ഇറങ്ങി ചിന്തിച്ചാൽ ദൈവവചനം നമുക്ക് അനുശാസിച്ചു തരുന്ന സത്യ ഉപദേശങ്ങൾ നമ്മുടെ കാതുകളിൽ കേട്ട് അതിൽ നിലനിൽക്കുവാനിടയായി തീരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാണ് ഈ ഉപദേശങ്ങൾ എന്ന് പറയുന്നത്? അതിനെയാണ് തിരുവചന അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ അപ്പോസ്തോലിക ഉപദേശമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ അപ്പോസ്തോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്? അപ്പോസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ യേശുവും തന്റെ ശിഷ്യന്മാരും കൂടെ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ചെയ്തത് നിമിത്തം വീണ്ടെടുക്കപ്പെട്ട ദൈവജനം പിതാവ് പുത്രൻ മുഖാന്തരം ഒരുക്കപ്പെടുന്ന സിംഹാസനത്തിലേക്ക് കടന്നു പോകുവാൻ എന്തെല്ലാം അവർ ചെയ്യണമോ യേശു പറഞ്ഞു പഠിപ്പിച്ചത്, ശിഷ്യന്മാർ ഉപദേശിച്ചു കൊടുത്ത ആ അപ്പോസ്തോലിക ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ നിന്നാൽ തേജസ്സിലേക്ക് നമുക്ക് വഴി നടത്തപ്പെടുവാൻ ഇടയായി തീരൂ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പൗലോസ്ലിഹ ആ സത്യം ധൈര്യസമേതം പറയുക, we may present every man perfect in Christ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ലോകത്തിൽ ദൈവം നൽകിയ ആ ഉപദേശ സത്യം ഇന്നും ലോകത്തിൽ നിലകൊള്ളുകയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനാണ് ദൈവം തന്റെ സഭയിൽ ഉപദേശങ്ങൾ കൊടുത്തത്. അപ്പോസ്തലിക ഉപദേശങ്ങളെ ദൈവം ലോകത്തിൽ സ്ഥാപിച്ചത്, ഇന്നും അത് നിലനിർത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയാകുന്നു. ചിലർ പറയും അപ്പോസ്തലന്മാരുടെ കാലമെല്ലാം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ അപ്പോസ്തലിക പ്രതിഷ്ഠയിൽ ഇന്നും ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. കർത്താവിന്റെ വേലക്കാരായി ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഞങ്ങളുടെ മുൻപിലുള്ള നടത്തിപ്പുകാരായ വിശുദ്ധന്മാർ, എന്റെ സഹപ്രവർത്തകരായ സഹോദരന്മാർ, ഞങ്ങൾ ഉൾപ്പെട്ട ഈ സമൂഹം, ദൈവം ഞങ്ങളെ ഒരു ദൗത്യമേൽപ്പിച്ചത്
ഏൽപ്പിച്ചതാണ്. ഞങ്ങളെ ഒരു മിഷൻ ഏൽപ്പിച്ചപ്പോൾ ദൈവം അതിൽ ഞങ്ങൾക്കൊരു വിഷൻ തരുവാനിടയായി. അതിലൂടെയാണ്. ഇത് കമ്പലിങ്ങിന്റെ മിനിസ്ട്രി അല്ല. ഇത് ഞങ്ങളെ ആരെയും നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ച് അടിച്ചേൽപ്പിച്ച ഒരു ദൗത്യമല്ല. ആരും ഞങ്ങളെ നിർബന്ധിച്ച് ബലാത്കാരേണ മര്യാദയ്ക്ക് ചെയ്തോണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതല്ല. ഇത് ദൈവത്തിന്റെ സ്നേഹത്താൽ, അവന്റെ വിളിയിനാൽ, അവന്റെ തെരഞ്ഞെടുപ്പിനാൽ ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവമാക്കി തന്ന സത്യമാകുന്നു. അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. യേശു ഞങ്ങൾക്ക് നൽകിയ ദർശനം, ആ വാക്കുകളും വചനങ്ങളും ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ആയുസ്സും അധ്വാനവും ചെയ്യുകയാ. സമ്പാദ്യത്തിന്റെ മാർഗമല്ല ദൈവഭക്തി, ആദായ സൂത്രമല്ല. ഇവിടെ ഇരിക്കുന്ന ഈ കർത്തൃ ശുശ്രൂഷകരാരും തങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നവരല്ല. ചിലരൊക്കെ സഭയ്ക്കകത്ത് തന്നെ ഉള്ളവര് ശുശ്രൂഷകരെ ഒക്കെ കുറ്റം പറയുന്നവർ കാണും. പോരാ എന്ന് പറയുന്നവർക്കാണ് ഞാൻ ചോദിക്കട്ടെ, കുറ്റം പറയുന്നവരെ വീട്ടിൽ നിന്ന് എത്ര പേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്? വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും അയച്ചിട്ടില്ലെങ്കിൽ ഉരിയാടാൻ അനുവാദമില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു സഹോദരൻ ഒരു സഹോദരി ആയുസ് മുഴുവൻ കർത്താവിന് കൊടുത്ത് അവർ ഒരു സഹോദരനെ, ഒരു ഇൻചാർജ് ബ്രദറിനെ നോക്കിയാൽ ഓരോ സ്ഥലത്തേക്ക് മാറ്റമായി വിടും. അവർക്ക് കിട്ടുന്ന ആകെപ്പാട് ഒറ്റ മുറിയാണ്. ദൈവത്തിന് സ്തോത്രം. അതേ ഉള്ളൂ അവരുടെ ആയുസിൽ. അവിടെ വിട്ട് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവിടെയും കിട്ടും ഒരു ഒറ്റ മുറി. അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. പണം കിട്ടുമായിരിക്കും, ആരും കൂട്ടിക്കരുതി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം കർത്താവിന്റെ നാമത്തിൽ ലഭിക്കുന്നത് അത് അതുപോലെ ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്നു. ഇത് സമ്പാദ്യത്തിന് വേണ്ടിയുള്ള വേലയല്ല. വേണമെങ്കിൽ സമ്പാദിക്കാമായിരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ മുൻപിലുള്ള നടത്തിപ്പുകാർക്ക്, എന്റെ സഹപ്രവർത്തകരായ ഈ വിശുദ്ധന്മാർക്കൊക്കെ എത്രയോ ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കാമായിരുന്നു. ആരും സമ്പാദ്യത്തിന് ഇറങ്ങി തിരിച്ചതല്ല. ജോലി കിട്ടാഞ്ഞിട്ടോ മറ്റ് വഴിയില്ലാതെ അലഞ്ഞിട്ടോ ഈ മാർഗത്തിൽ വന്നതല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു, വിളിച്ച് ഞങ്ങളെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ആ ദൗത്യത്തിന്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു ദൈവത്തിന്റെ സേവ ചെയ്യുവാൻ ഞങ്ങൾ വന്നവരാ. ഇത് ശമ്പളത്തിന്റെ മിനിസ്ട്രി അല്ല. സാക്ഷ്യത്തിൽ ഒരു സഹോദരൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ. ആരും അദ്ദേഹത്തെ പറയിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് താൻ പറയുക, താൻ അനുഭവിച്ച സന്തോഷത്തെ താൻ ഷെയർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ആരെയും കുറ്റം പറയുകയല്ല. എന്തിന് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നു? ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി മാത്രം. TPM എന്ന് പറയുന്ന സമൂഹം അതൊരു ദുരുപദേശ കൂട്ടമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അതിലെ ദുരുപദേശം ഒന്ന് കാണിച്ചു തന്നാട്ടെ. ഇതൊരു ദുരുപദേശ സംഘടനയാണെങ്കിൽ ഒന്നുകിൽ ഇത് സമ്പത്തിന്റെ പിന്നാലെ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന അവസ്ഥയായിരിക്കണം. ഒരു വിശ്വാസിക്കെങ്കിലും പറയാൻ കഴിയുമോ ഇതിന്റെ ഉപദേശത്താൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ട്? ജീവിപ്പാൻ കഴിയാത്തത് കൊണ്ട് ചിലപ്പോൾ ശുശ്രൂഷകരായിരിക്കാം, ചിലപ്പോൾ ദൈവമക്കളായിരിക്കാം, തെറ്റിലേക്ക് പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ആരെയെങ്കിലും തെറ്റിലേക്ക് ഉപദേശിച്ച് നടത്തിയിട്ടുണ്ടോ? പാപത്തിന്റെ വഴികളിലേക്ക് ഉപദേശം തന്ന ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ല. പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1:28 വാക്യത്തിൽ അദ്ദേഹം ധൈര്യസമേതം പറഞ്ഞു, whom we praise we may present every man perfect in Christ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ ഞങ്ങളുടെ അധ്വാനം പോരാടിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുക. ഈ ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് തന്നത് പരിശുദ്ധാത്മാവിനാൽ തന്നതാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, ആത്മാവിന്റെ ശുശ്രൂഷ ഇത് തേജസ്സേറിയ ഒരു ശുശ്രൂഷയാണ്. ആ ഭാഗം മാത്രം പെട്ടെന്നൊന്ന് വായിച്ചു തന്നാട്ടെ. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുന്നു. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുന്നു. ഈ ശുശ്രൂഷയിലൂടെ ഒരുവനെ തേജസ്സിലേക്ക് നടത്തുവാൻ, തേജസ്സിന് പങ്കാളിയാക്കി തീർക്കുവാൻ, അതിനാണ് പുതിയ നിയമ ശുശ്രൂഷ ദൈവം സഭയിലാക്കി തന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ചില കർശനമായിട്ടൊക്കെ നടത്തുന്നതിലൊന്നും ആരും ഖേദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവമക്കൾ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്രയൊന്നും ബുദ്ധിമുട്ടുള്ളവരല്ല. ഒരിക്കലെ പാസ്റ്റർ ഫിലിപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, ഒരു സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പ് നടക്കുന്നു. എന്റെ ഓർമ്മ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അന്ന് പാസ്റ്റർ പൊടിക്കുഞ്ഞാണ് അവിടെ പ്രസംഗിക്കുന്ന പഴയ വിശ്വാസ വീട്. അന്ന് ഇടിച്ചു കുത്തിയും പെയ്യുന്ന മഴ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്ന ന്യൂനമർദ്ദം കേറി മീറ്റിംഗിന്റെ മണ്ടയിൽ അങ്ങ് പെയ്ത് ഒഴുകുക, കടൽ വെള്ളം പോലെ ഒഴുകുന്നു. വിശ്വാസികൾ ഒരെണ്ണം അനങ്ങുന്നില്ല. മഴ നനഞ്ഞ് ആ മീറ്റിംഗ് മുഴുവൻ അതിൽ പങ്കെടുത്തിട്ട് മടങ്ങിപ്പോയപ്പോൾ ഫിലിപ്പച്ചൻ അന്ന് സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ മാസ്യോത്തിനോ വേലക്കാരുടെ മീറ്റിംഗിനോ വന്നിരുന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ വിശ്വാസികൾ
കമ്മ്യൂണിസ്റ്റുകാരെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരിക്കുക, എന്ത് വന്നാലും അവർ നിലനിൽക്കും. നമ്മുടെ വിശ്വാസികൾ, ദൈവമക്കൾ, വിശ്വാസത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി എന്ത് വന്നാലും നിലകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഒരു വർഷത്തിന് മുമ്പ് ഞാൻ തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിൽ ഒരു ബൈബിൾ ക്ലാസ്സിനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പന്തലില്ല, സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. മീറ്റിംഗ് അങ്ങ് തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞ് മഴ അങ്ങ് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. മഴ ഇങ്ങനെ പെയ്തിട്ട് എല്ലാം നനയുക. എൻ്റെ ശരീരം മുഴുവൻ വെള്ളം വീണ്, വേദപുസ്തകത്തിലൊക്കെ വെള്ളം വീണ് ഞാൻ ബൈബിൾ അടച്ചു വെച്ചു. ആവശ്യമുള്ളപ്പോൾ മാത്രം ബൈബിൾ തുറന്നു, പിന്നെ അടച്ചു വെച്ചിട്ട് ടവലെടുത്ത് അതിൻ്റെ മണ്ടയിലേക്ക് ഇടും. വിശ്വാസികൾ ഒരെണ്ണം അനങ്ങിയില്ല. ആ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞ ആളാണ്. ഒരാൾ അനങ്ങുന്നില്ല. അത്യാവശ്യം 1-2 പേരൊക്കെ എഴുന്നേറ്റൊന്ന് മാറിയതല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും ആ കസാരയിലിരുന്ന് മഴ നനഞ്ഞ് ആ മീറ്റിംഗിൽ പങ്കെടുത്തു. എന്തുകൊണ്ട്? ഇതിലുള്ള ദൈവമക്കൾ ശുശ്രൂഷകരോട്, നടത്തിപ്പുകാരോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ ഈ ശുശ്രൂഷ ഒരു മനുഷ്യനെ തേജസ്സിലേക്ക് അതിനാണ് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ യൗവന പ്രായത്തിൽ ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം ഈ മാർഗത്തിൽ വന്ന് യേശുവിന് വേണ്ടി, മാർഗത്തിന് വേണ്ടിയല്ല, യേശുവിന് വേണ്ടി ഞങ്ങളുടെ ജീവനെ കൊടുത്ത് ഈ ഇരിക്കുന്ന കർത്തൃ ശുശ്രൂഷകരെല്ലാവരും അവരുടെ ആയുസ് പണയപ്പെടുത്തി ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് പോകുവാൻ അധ്വാനിക്കുകയാ. ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. തേജസ്സിലേക്ക് മനുഷ്യനെ നടത്തുന്നവരാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി, പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ മാറ്റി. ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. ആത്മാവിനാലുള്ള ശുശ്രൂഷ. സമയം പോയല്ലോ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുതുനിയമത്തിന്റെ ശുശ്രൂഷ ദൈവം നമ്മുടെ മുൻഭാഗത്ത് തന്നു. അതെന്തിന്? തേജസ്സിലേക്ക് നടത്തുവാൻ. ആത്മാവിന്റെ ശുശ്രൂഷ, അഭിഷേകമുള്ള ശുശ്രൂഷ, അന്യഭാഷയുള്ള ശുശ്രൂഷ, ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവശക്തിയുടെ വ്യാപാരമുള്ള ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. ഇത് അറിവിന്റെ ശുശ്രൂഷയല്ല. ദൈവത്തിന് സ്തോത്രം. മിടുക്കിന്റെ ശുശ്രൂഷയല്ല. ഇതിനകത്ത് മിടുക്കുള്ളവരും മിടുക്കന്മാരും ഒന്നും അധികം കാലം ഓടിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ നിന്ന് ദൈവവചനം പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരെക്കാളൊക്കെ അറിവ് കൂടിയിട്ടല്ല, ഞാൻ അവരെക്കാളൊക്കെ ചെറിയവനാ. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചിവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വിശുദ്ധന്മാർ എന്നോട് പറഞ്ഞു, നീ അവിടെ പോയി അല്പനേരം നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ്. അല്ലാതെ എനിക്കിവിടെ കഴിവ് കൂടിയിട്ട് നിൽക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന കൊച്ചു സഹോദരങ്ങളെക്കാൾ, വിശ്വാസികളായ ദൈവമക്കളെക്കാൾ ഞാൻ എളിയവനായി, ഏതുമില്ലാത്തവനായി ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അറിവ് കൂടിയിട്ടല്ല, എന്നിൽ ഒന്നും പറയുവാനില്ല. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ദൈവം തന്ന കൃപയും എന്റെ കർത്താവ് എനിക്കെന്ന അഭിഷേകത്തിലൂടെ മാത്രമാകുന്നു എന്നിൽ എന്തെങ്കിലും ഉള്ളത്. സ്വയമായി സങ്കല്പിക്കുവാൻ, പ്രശംസിക്കുവാൻ ഒരു വാക്ക് എന്റെ നാവിലില്ല. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശുശ്രൂഷ ആത്മാവിൻ്റെതാകുന്നു. ഇത് അഭിഷേകം ചെയ്യപ്പെട്ട ശുശ്രൂഷയാണ്. ഇത് അന്യഭാഷാ ഭാഷണമുള്ള ശുശ്രൂഷയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ലോകത്തില് സമയ ചുരുക്കത്താൽ ഞാൻ വിശദമായി പറയേണ്ട കാര്യങ്ങളാ. അന്യഭാഷ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ലോകം അതിനെ നിരസിക്കുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. പല വിഭാഗങ്ങളിൽപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി വേദപുസ്തകം പറയുന്ന കാര്യങ്ങളെ നമുക്ക് അറിയുവാൻ കഴിയൂ. അപ്പോസ്തല പ്രവൃത്തി 2-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാ ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ ഓരോരുത്തന്റെ മേലെ പതിഞ്ഞപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഒരുവനിലുണ്ടാകുമ്പോൾ അവൻ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തി 10-45 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ഒരുവൻ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വമായി തീരുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുകയാണ്. അവർ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. അവരാത്മാവിൽ നിറഞ്ഞു, അന്യഭാഷ സംസാരിച്ചു. അവരാരും പെന്തക്കോസ്തുകാരായിരുന്നില്ല, അവരാരും പാരമ്പര്യമുള്ളവരായിരുന്നില്ല. കൊർന്നല്യോസ് എന്ന നീതിമാൻ അവന്റെ വീട്ടിലേക്ക് വന്ന് പ്രസംഗം കേൾക്കാൻ കൂടിയവരുടെ അടുക്കൽ പത്രോസ് ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ സംഭവിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം വാക്യം വായിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല. ആദ്യം അതങ്ങ് പഠിച്ചാട്ട്. ഇത് മനുഷ്യനോടല്ല പറയുന്നത്, അവർ ദൈവത്തോടത്രേ പറയുന്നത്.
പറയുന്നത് എന്ന് തിരുവചനം പറയുന്നു. 14ന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് തനിക്ക് തന്നെ ആത്മീക വർധന ഉണ്ടാക്കുന്നതാകുന്നു. അന്യഭാഷ ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ അവന്റെ അന്തരാത്മാവ് ദൈവത്തോട് അവന്റെ ദാഹത്തെ അറിയിക്കുകയാണ്. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഒരുവന്റെ ആത്മാവിൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് അവനെ അന്യഭാഷയിലൂടെ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ, സംസാരിപ്പാൻ ഒക്കെ വേണം ഒരു പ്രാകൃത മനുഷ്യനെ പ്രാപ്തനാക്കുന്ന അനുഭവമാകുന്നു. സമയ ചുരുക്കത്താൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകട്ടെ പ്രിയപ്പെട്ടവരെ. ഇത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ, അന്യഭാഷാ ഭാഷണമുള്ള ഒരു ശുശ്രൂഷ എന്ന് ദൈവവചനം വ്യക്തമായി ഓർപ്പിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ പുതിയ നിയമ സഭയുടെ ശുശ്രൂഷയ്ക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നിങ്ങളെ ലോകത്തിൽ വലിയവരാക്കാൻ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. അത് കിട്ടുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊള്ളുവീ. ഈ ലോകത്തിൽ നിങ്ങൾ വലിയവരായിട്ട് പ്രാണനും ആത്മാവും നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങളെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരാക്കണം. അതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. സിയോന് വേണ്ടി, യെരൂശലേമിന് വേണ്ടി ഒരു കൂട്ടം പേരെ ഒരുക്കുക എന്നുള്ളതാ. 50-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ തിരുവചനം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോൻ, അവിടെ നിന്ന് ദൈവം പ്രകാശിക്കുകയാണ്. എവിടെയാണ് ദൈവം പ്രകാശിക്കുന്നത്? സിയോൻ എന്നൊക്കെ പറയുമ്പോൾ ജല്ല് പറയും അത് യെരൂശലേമിലുള്ള സിയോൻ കുന്നാണെന്ന് പറയും. ആ കുന്നേലല്ലച്ചാ ദൈവം നിന്ന് പ്രകാശിക്കുന്നത്. ഔട്ട് ഓഫ് സൈൻ ദ പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടി ഗോഡ് ഹാസ് ഷൈൻഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവിടെ പ്രകാശിക്കുകയാണ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോൻ, അത് നിത്യ സിയോനാകുന്നു. ആ സിയോൻ മലയിൽ നിന്ന് പ്രകാശിക്കുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്, ദൈവവചനത്താൽ ഒരുക്കപ്പെട്ട്, ദൈവകൃപയാൽ പുതുക്കപ്പെട്ട് അവന്റെ ജീവിതം പൂർണ്ണത പ്രാപിക്കുന്നതിനെ അവന്റെ സൗന്ദര്യത്തിന്റെ പൂർണ്ണത എന്ന് പറയാ. ആ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം തന്ന സത്യോപദേശം കേട്ട് തേജസ്സിലേക്ക് ദൈവത്തിന്റെ ജനം നടത്തപ്പെടുവാനിടയായി തീരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അതിനായിട്ടാണ് ഞങ്ങളുടെ ആയുസ്, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒരുക്കി തന്ന് ഈ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്. ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ വാടാത്ത കിരീടം പ്രാപിപ്പാനിടയാകും. നാം എത്ര പേരത് പ്രാപിക്കും? അത് ആ വെളിപ്പെടുന്ന ആ തേജസ് വെളിപ്പെടുന്നത് ഓർക്കുമ്പോൾ ഭക്തൻ പറയുക, ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവരുമ്പോൾ തിരുവചനം വ്യക്തമായി ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ ഒരു ഭക്തന് പ്രാപിപ്പാൻ കഴിയുന്ന ദൈവിക അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ ലഭിക്കുന്ന തേജസ്സിന്റെ ശരീരമാകുന്നു. ഉയർപ്പിക്കപ്പെട്ട ഒരു ശരീരം. തിരുവചനം പറയുന്നു അവർ തേജസ്സിൽ ഉയർക്കുവാനിടയാകും. 1 കൊരിന്ത്യർ 15-40 വാക്യത്തിൽ പറയുന്നു സ്വർഗീയ ശരീരത്തിനൊരു തേജസ്സുണ്ട്. ഉയർപ്പിൻ ശരീരത്തിന് ലഭിക്കുന്ന തേജസ് യേശു മടങ്ങി വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനം അവിടെ ഓർപ്പിക്കുകയാ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർപ്പെന്ന് പറയുന്നത് തേജസ്സിന്റെ പൊൻപ്രഭാതത്തിലേക്കായിരിക്കും. അന്ന് ലഭിക്കുന്ന ഉയർപ്പിൻ ശരീരം തേജസ്സുള്ള ശരീരമായിരിക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ നാം പ്രാപിക്കും. ഇപ്പോഴത്തെ ശരീരത്തിന് മോർട്ടൽ ബോഡിയാ, ഇത് ഇമോർട്ടാലിറ്റി പ്രാപിക്കും. ഇത് അഴുകിപ്പോകുന്നതാ, അഴുക്കലില്ലാത്ത അമർത്യതയുള്ള ഒരു ശരീരം എന്റെ യേശുവിന്റെ കാഹളത്തിന്റെ ധ്വനിയിൽ പ്രാപിക്കും. എനിക്കത് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, എന്റെ കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദത്തിങ്കൽ എന്റെ ഇടയശ്രേഷ്ഠൻ മടങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ തേജസ്സിന്റെ ശരീരം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പ്രത്യാശയോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് ഓർക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല, ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, കഷ്ടതയെ സാരമില്ല എന്ന് നമുക്ക് എണ്ണാം. അപ്പോസ്തല പ്രവൃത്തി 14:22 വിശ്വാസത്തിൽ നിലനിന്ന് അനേകം കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടന്നുകൊള്ളി ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. ഫിലിപ്പ് ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാനും ദൈവം നമുക്ക് വരം നൽകിയിരിക്കുകയാണ്. എബ്രായർ 13:12 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യേശു കർത്താവ് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. നഗരവാതിലിന് പുറത്തു വെച്ച് നമ്മുടെ യേശു കഷ്ടം അനുഭവിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനം പറയുന്നു. ആ വാക്യങ്ങളെ വായിച്ച് ഞാൻ എന്റെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. വായിച്ചാട്ടെ 2-10 വാക്യം കൂടെ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ
അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് അവരുടെ യുക്തമായിരുന്നു. രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തമായിരുന്നു. രക്ഷാനായകൻ ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ നായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തമായിരുന്നു. നിങ്ങൾ നോക്ക്, എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ തേജസ്സിന്റെ ശരീരം, ആ തേജസ്സിന്റെ പ്രഭാതത്തിൽ തരുവാൻ യേശു അനുഭവിച്ച പാടുകൾ നോക്കിയാട്ട് കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനിടം കൊടുത്ത് ഈ മീറ്റിംഗിന്റെ അവസാന രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിക്കും. ഇതൊരു ശനിയാഴ്ച രാത്രി യോഗമാണ്. ദൈവത്തിന്റെ ശക്തിക്കിടം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. ഒരു വിധത്തിലും അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങളുടെ സ്ഥിരത വിട്ടുപോകരുത്. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാണ്. യേശു മടങ്ങി വരും, പ്രാണപ്രിയൻ മടങ്ങി വരും. അവന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും. ഈ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ആ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. He shall receive the crown of glory. ആ തേജസ്സിന്റെ കിരീടം ഞാൻ പ്രാപിക്കും. ഉറപ്പുള്ള ദൈവമക്കൾ, എനിക്ക് ഒരു ദിവസമെങ്കിലും യേശുവിൽ വസിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ തേജസ് എനിക്ക് പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ഏകാഗ്രമായാട്ട് ഒരു നിമിഷം കർത്താവേ, അപ്പാ ആ തേജസ് എനിക്ക് നൽകണമേ, ആ തേജസ്സിന്റെ അവസ്ഥയിൽ എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ എന്ന് ഹൃദയപൂർവ്വം ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാത്മാവിന് ദൈവമക്കളുടെ കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി വെറും കൈയോടെ ഇവിടം വിട്ട് മടങ്ങിപ്പോകേണ്ട. ആത്മാവ് നമ്മളെ ശക്തിയായി ഹേമിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി നമ്മെ വല്ലാതെ നിർബന്ധിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതരായി പ്രേരിപ്പിക്കപ്പെട്ടവരായി നമുക്ക് ദൈവസന്നിധി വിട്ടു പോകാം. ഒരു പുതിയ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ നമുക്ക് പോകാം. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാറായി. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടും, കാലം ഇനി അധികമില്ല എന്ന് പാടുന്ന ആ പാട്ടിന്റെ വരികൾ നാം ചേർന്ന് പാടാൻ പോകുക. അതിനു മുൻപ് ഒരു നിമിഷം കൂടെ ചിന്തിച്ച് ഞാനത് പ്രാപിക്കുമോ, എന്റെ മുമ്പിൽ അതിന് തടസ്സങ്ങളുണ്ടോ, ഒരു വേർപെട്ട ജീവിതത്തിലേക്ക് കടന്നു വരൂ. ദൈവം നമ്മെ കൊണ്ടുവന്ന ഒരു തേജസ്സിന്റെ ശുശ്രൂഷയിലേക്കാണ്. ഒരു ഉയർപ്പിന്റെ പൊൻപ്രഭാതം നമുക്കുണ്ടാകും. പുനരുത്ഥാന ശരീരം തേജസ്സുള്ളതാണ്. അതിനെ നാം പ്രാപിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട് വായ തുറക്ക്, അധരങ്ങളെ തുറക്ക്. യേശുവേ എന്നൊന്ന് വിളിക്ക്, കർത്താവേ എന്നൊന്ന് വിളിച്ചാട്ട് അധരങ്ങളൊരു സ്തുതി ഉണ്ടാകട്ടെ. ദയവായി മൗനമായിരിക്കണ്ട. ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ അധരങ്ങൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ വരുന്നിതാ, കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമായിതാ. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നിതാ, കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമാ. ആമേൻ. എഴുന്ന ശോഭിപ്പീ, ഓ ദീപം തെളിയിപ്പീ, പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എല്ലാവരും ചേർന്ന് കരങ്ങളെ തട്ടി എല്ലാവരും പാടിയോട്ടെ. ഓ നിൻ കിരീടമാരുമേടുത്തിടാതെ സൂക്ഷിക്കാം, ജീവിത വസ്ത്രത്തെ നീ വെണ്മയാക്കിക്കൊള്ളുക. എല്ലാവരും അറിയാവുന്നവർ ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കൈകളെ അടിച്ച് ചേർന്ന് പാടിയോട്ടെ. വെണ്മയാക്കിക്കൊള്ളുക. ഓ എഴുന്ന ശോഭിപ്പീ, ദീപം തെളിയിപ്പേ, പറന്നു പോകാൻ ഓ വാനിൽ പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. അവൻ ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നിതാ. ഓ ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നു. എല്ലാവരും സഹോദരന്മാർ സഹോദരിമാർ അഭിഷേകത്തിൽ ചേർന്ന് പാടും. ഓ ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നു. തോലി കണ്ട് ഓ ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നതോ, കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമായിരോ. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നില്ല, കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമായി. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നില്ല, കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമായിരോ. ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നില്ല, കൂലി തന്റെ കയ്യിലും പ്രതിഫലവുമായിരോ. Hallelujah. Hallelujah.